ഹായ്, ഗുഡ് ഈവനിങ് എവരി വൺ. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ലോജിക്കൽ റീസണിങ് ആണ്. നമ്മുടെ മൊഡ്യൂൾ 6 ആണ് പേപ്പർ വണ്ണിൽ. അപ്പോൾ ജനറൽ പേപ്പറിലെ മൊഡ്യൂൾ 6 ലോജിക്കൽ റീസണിങ്, ഈ ഒരു ഏരിയ യഥാർത്ഥത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു പുതിയ ടോപ്പിക് ഏരിയ ആണ്. മറ്റ് സബ്ജക്റ്റുകൾ പോലെയല്ല. ആ, മറ്റ് സബ്ജക്റ്റുകളിൽ പല സബ്ജക്റ്റുകളും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതായിരിക്കാം. എന്നാൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പല ആളുകൾക്കും എൻറ്റയർലി പുതുതായിട്ടുള്ള ഒരു ഏരിയ. ആ ഒരു സെൻസിൽ നമ്മൾ കൃത്യമായിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു ആഡഡ് അഡ്വാൻറ്റേജ് കൂടിയാണ്. മറ്റ് സബ്ജക്റ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് സബ്ജക്റ്റുകളിൽ എല്ലാം തന്നെ ഒരു 50% വരെ എല്ലാവരും ട്രൈ ചെയ്യാറുണ്ട്, അറ്റംപ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ലോജിക്കൽ റീസണിങ് പല ആളുകളും ഇത് വിട്ട് കളയുന്ന ഏരിയ. സോ ഏതാണ്ട് 10% ആളുകൾ മാത്രമായിരിക്കും എക്സാം അറ്റൻഡ് ചെയ്യുന്നവർ തന്നെ ലോജിക്കൽ റീസണിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നല്ല നല്ല രീതിയിൽ ഈ ഒരു ഏരിയ കവർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് ഈ ഒരു ഏരിയ അത്ര ഡിഫിക്കൽട്ട് ഒന്നുമല്ല. നമ്മൾ പലപ്പോഴും ആ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ വെച്ചിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി വെച്ചിട്ടും വളരെ ടഫായിട്ട് തോന്നാവുന്ന ഒരു ഏരിയയാണ്. പക്ഷേ സിലബസിലുള്ള ഏരിയാസ് കൃത്യമായിട്ട് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആക്കി മാറ്റാവുന്ന ഒരു ടോപ്പിക് ഏരിയ കൂടിയാണ് ലോജിക്കൽ റീസണിങ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ലോജിക്കൽ റീസണിങ്. ലോജിക്കൽ റീസണിങ്ങിന്റെ സിലബസിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സിലബസിലേക്ക് വരുമ്പോൾ യു ക്യാൻ സി അണ്ടർസ്റ്റാൻഡിങ് ദി സ്ട്രക്ചർ ഓഫ് arguments, argument forms, then structure of categorical proposition, mood and figure, formal and informal fallacies, uses of language, connotation and denotation of terms, classical square of position. അതായത് ആദ്യത്തെ പാർട്ടിൽ വെസ്റ്റേൺ ലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ നമ്മൾ ആർഗ്യുമെന്റ്സിനെ പറ്റി പഠിക്കും, ആർഗ്യുമെന്റ്സിന്റെ ഡിഫറെന്റ് എലമെന്റ്സിനെ പറ്റി പഠിക്കും, സ്ട്രക്ചർ, അതേപോലെ മൂഡ് ആൻഡ് ഫിഗർ എന്താണ്, അങ്ങനെ കുറെ ആസ്പെക്ട്സിനെ പറ്റിയാണ് ആദ്യത്തെ ഒരു ഏരിയ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിനുശേഷം ഇവാലുവേറ്റിംഗ് ആൻഡ് ഡിസ്റ്റിങ്വിഷൻ ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ് തമ്മിലുള്ള ഡിഫറൻസ് റൈറ്റ് അവേ നമ്മൾ അവിടെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അനലോഗീസ് എന്താണ്, അതേപോലെ വെൻ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് അറിയണം. ദെൻ രണ്ടാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ലോജിക്കാണ്. അവിടെ മീൻസ് ഓഫ് നോളജ്, അതിൽ തന്നെ പ്രമാണാസ് എന്തൊക്കെയാണ്, എന്താണ് പ്രമാണ, മീൻസ് ഓഫ് ഗെറ്റിംഗ് നോളജിനെയാണ് പ്രമാണ എന്ന് പറയുന്നത്. പ്രമാണ 6 തരത്തിലുണ്ട്: പ്രത്യക്ഷ, അനുമാന, ഉപമാന, ശബ്ദ, അർത്ഥപത്തി, അനുപലബ്ധി. ഈ പറയുന്ന എല്ലാ പ്രമാണയെ പറ്റിയും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രത്യക്ഷയ്ക്കും അനുമാനിക്കുമാണ്. ആൻഡ് കൺസെപ്റ്റ്സ് ആർ റിലേറ്റീവ്ലി ഈസി, ഇത്ര ടഫ് ഒന്നുമല്ല. നമ്മൾ ഈ പറയുന്ന ഓരോ കൺസെപ്റ്റുകളും വളരെ ഈസിയാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ഒരു കോർ ഏരിയ എന്ന് തന്നെ പറയാം. ആ രീതിയിലുള്ള ഏരിയ ആണ് ലോജിക്കൽ റീസണിങ്. ദെൻ സ്ട്രക്ചർ ഓഫ് ദി കൈൻഡ്സ് ഓഫ് അനുമാന. നമ്മളിപ്പോ വെസ്റ്റേൺ ലോജിക്കിൽ പറയുന്ന ആർഗ്യുമെന്റ് തന്നെയാണ് യഥാർത്ഥത്തിൽ അനുമാന. ഓക്കെ, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദെൻ വ്യാപ്തി, ഹേതു, ഭാഷാസ്. ഇത്രയും ടോപ്പിക്കുകളാണ് സിലബസ് പ്രകാരം പറയുന്നത്. 2 പാർട്ടുകളുണ്ട്. ഒന്നാമത്തെ പാർട്ടിൽ വെസ്റ്റേൺ ലോജിക്കും സെക്കൻഡ് പാർട്ടിൽ ഇന്ത്യൻ ലോജിക്കുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ റൈറ്റ് വേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ വെസ്റ്റേൺ ലോജിക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആദ്യം മനസ്സിലാക്കേണ്ടത് ആർഗ്യുമെന്റ്സിനെ പറ്റിയാണ്. എന്താണ് ആർഗ്യുമെന്റ്? ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ എ കണക്റ്റഡ് സീരീസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻക്ലൂഡിങ് 1 or more premises. അതായത് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ, സി ദിസ് വൺ. ഈ തന്നിരിക്കുന്ന ഒരു ആർഗ്യുമെന്റ് ആണ്. സി ദിസ് ഒരു ആർഗ്യുമെന്റ് ആണ്. ഓൾ മെൻ ആർ മോർട്ടൽ, ഒരു സ്റ്റേറ്റ്മെന്റ്. അതിനുശേഷം സോക്രട്ടീസ് ഈസ് എ മാൻ, ഇതൊരു സ്റ്റേറ്റ്മെന്റ്. ഈ 2 സ്റ്റേറ്റ്മെന്റിൽ നിന്നും കൺക്ലൂഷനിലേക്ക് പോവാണ് സോക്രട്ടീസ് ഈസ് മോർട്ടൽ. അതായത് ഇത്തരത്തിലുള്ള പ്രെമിസുകൾ, അതായത് 2 സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിരുന്നു. ഡിക്ലറേറ്റീവായിട്ട് നമ്മൾ പറയുകയാണ് എല്ലാവരും മോർട്ടലാണ്, സോക്രട്ടീസും മോർട്ടലാണെങ്കിൽ അതിനർത്ഥം സോക്രട്ടീസ് ഒരു മാൻ ആണെങ്കിൽ എല്ലാ മെന്നും മോർട്ടലാണെന്ന് ആദ്യം പറഞ്ഞു. സോക്രട്ടീസ് ഒരു മാൻ ആണെങ്കിൽ അദ്ദേഹവും മോർട്ടലാണ്. ഇത്തരത്തിൽ നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുവാണ്. പ്രെമിസുകൾ ഉപയോഗിച്ചുകൊണ്ട് കൺക്ലൂഷനിലേക്ക് എത്തുന്ന ഇത്തരം സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള പ്രെമിസുകൾ ഉപയോഗിച്ചുകൊണ്ട് കൺക്ലൂഷനിലേക്ക് എത്തുന്നു. അതായത് ദർ വിൽ ബി പ്രമൈസസ് ആൻഡ് കൺക്ലൂഷൻ, അതാണ് ആർഗ്യുമെന്റിന്റെ മീനിങ്ങും. സോ ആർഗ്യുമെന്റ് ഇസ് എ സീരീസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് that leads to arguments this one. Argument is a connected series of statements എന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്ത് 1 or more premises ഉണ്ടാവും, അതേപോലെ ഒരു കൺക്ലൂഷനും ഉണ്ടാവും. ഇറ്റ് intended to demonstrate that another statement, that the conclusion is true. എന്താണ് premise? Premise എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൺക്ലൂഷൻ ട്രൂ ആണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ പറയുന്ന വാദങ്ങളാണ്.
ഓക്കെ, നമ്മുടെ കൺക്ലൂഷനിലേക്ക് നമ്മളെ നയിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ പ്രെമിസസ് എന്ന് പറയുന്നത്. കൺക്ലൂഷനിലേക്ക് നമ്മളെ നയിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ പ്രെമിസസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ആ ഒരു എക്സാമ്പിളിൽ നോക്കുവാണെങ്കിൽ, സി, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും പ്രെമിസുകളാണ്. ഓൾ മെൻ ആർ മോർട്ടൽ എന്ന് പറയുന്ന ഒരു പ്രെമിസ് ആണ്. ദെൻ സോക്രട്ടീസ് ഇസ് എ മാൻ എന്ന് പറയുന്നത് ഒരു പ്രെമിസ് ആണ്. ഈ രണ്ട് പ്രെമിസുകളിൽ നിന്നും നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കൺക്ലൂഷനിലേക്ക് നയിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ പ്രെമിസസ് എന്ന് പറയുന്നത്. ദെൻ ഈ പ്രെമിസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണോ അതാണ് നമ്മളുടെ കൺക്ലൂഷൻ. ഫോർ ഇൻഫറൻസ് എന്നും പറയാം. പ്രെമിസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണോ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, എന്താ പ്രൂവ് ചെയ്യുന്നത്? സോക്രട്ടീസ് ഒരു മോർട്ടൽ വ്യക്തിയാണ്, സോക്രട്ടീസ് ഇസ് മോർട്ടൽ എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പ്രെമിസുകളിൽ നിന്നും നമ്മൾ അവസാനം എൻറ്റൈൽ ചെയ്തെടുക്കുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. സോ ബേസിക് മീനിങ് ആണ്, സി, ദി സ്റ്റേറ്റ്മെന്റ് ദാറ്റ് സെർവ്സ് ആസ് premises and conclusion are sometimes referred to as propositions. They are declarative statements. Before that, the premise എന്താണെന്ന് നമ്മളോട് പറഞ്ഞു. It is intended to demonstrate that another statement, the conclusion, is true. Then arguments offer proof for the claim. അതായത് കൺക്ലൂഷൻ ട്രൂ ആണെന്ന് പറയാൻ വേണ്ടി നമ്മളെ എത്തിക്കുന്ന, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ premises എന്ന് പറയുന്നത്. Then statement that serves as premises and conclusion sometimes referred to as proposition. എന്തുകൊണ്ടാണ് ഇതിനെ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിനെ നമുക്ക് പ്രപ്പോസിഷൻസ് എന്ന് കൂടി വിളിക്കാം? അതിനുള്ള റീസൺ, ദീസ് ആർ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഡിക്ലെയർ ചെയ്യുന്ന രീതിയിലാണ്. ഓൾ മെൻ ആർ മോർട്ടൽ ഡിക്ലറേറ്റീവ് ആണ്. സോക്രട്ടീസ് ഇസ് എ മാൻ, ഈസ് മാൻ, റൈറ്റ്, അതൊരു ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫൈനലി therefore സോക്രട്ടീസ് ഇസ് മോർട്ടൽ. ഓൾ ദീസ് ആർ ഡിക്ലറേറ്റീവ് ഇൻ നേച്ചർ. അതുകൊണ്ടാണ് ഇത്തരം സ്റ്റേറ്റ്മെന്റ്സിനെ പ്രപ്പോസിഷൻസ് എന്ന് കൂടി വിളിക്കുന്നത്. സോ ഈ ഓരോ സെന്റൻസുകളെയും നമുക്ക് പ്രപ്പോസിഷൻസ് എന്ന് കൂടി വിളിക്കാം. ഓക്കെ, ഇനി premise premise is a statement that leads to arguments conclusion. നമ്മൾ പറഞ്ഞു, there can be one, two or many premises in a single argument. ആർഗ്യുമെന്റ് കൺക്ലൂഷനിലേക്ക് നയിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിനെയാണ് premise എന്ന് പറയുന്നത്. ഒരു ആർഗ്യുമെന്റിൽ ഒന്നോ രണ്ടോ അതിലധികമോ പ്രമിസുകൾ ഉണ്ടാകാം. ആ പ്രമിസുകളിൽ നിന്നാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ കൺക്ലൂഷൻ ട്രൂ ആണെന്ന് പറയാൻ ശ്രമിക്കുന്നത്. Then a conclusion is a statement that is reasoned or inferred from the argument's premises. നമ്മൾ ആ പ്രമിസുകളിൽ നിന്നും എൻറ്റൈൽ ചെയ്തെടുക്കുക. ആ വേർഡ് നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. എൻറ്റൈൽ ചെയ്തെടുക്കുന്ന ഒന്നാണ്. ഇറ്റ് ഇസ് എൻറ്റൈൽഡ് ഫ്രം ദി പ്രമിസസ്. പ്രമിസുകളിൽ നിന്നും നമ്മൾ ഇൻഫർ ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ റീസൺ ചെയ്തെടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതിന്റെ കൺക്ലൂഷൻ. ഓക്കെ, so conclusion is a statement that is reasoned or inferred from the argument's premises. Arguments are inferential. They intend to infer something, right? ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരുവാണ്, ഇൻഫർ ചെയ്യുകയാണ്, അതിൽ നിന്നും നമ്മൾ കണ്ടെത്തിയെടുക്കുന്ന ഒന്നാണ്. ആ ഒരു രീതിയിൽ നമുക്ക് കൺക്ലൂഷനെ ഇൻഫറൻസ് എന്ന് കൂടി വിളിക്കാം. ഓക്കെ, സോ നമ്മൾ ആകെ പറഞ്ഞ 3 കാര്യങ്ങളേ ഉള്ളൂ. ജസ്റ്റ് ഓർക്കുക. ഒന്ന്, നമ്മൾ ആർഗ്യുമെന്റ് എന്താന്ന് പറഞ്ഞു. ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് സീരീസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ദെൻ രണ്ടാമത് നമ്മൾ premise എന്താണെന്ന് പറഞ്ഞു. നമ്മളെ കൺക്ലൂഷനിലേക്ക് നയിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിനെയാണ് premises എന്ന് പറയുന്നത്. ദെൻ കൺക്ലൂഷൻ എന്താണെന്ന് പറഞ്ഞു. കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നും പ്രമിസുകളിൽ നിന്നും എൻറ്റൈൽ ചെയ്തെടുക്കുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ബേസിക് കൺസെപ്റ്റ്. ദെൻ ഈ ഓരോ സ്റ്റേറ്റ്മെന്റ്സും ഡിക്ലറേറ്റീവ് ഇൻ നേച്ചർ ആയതുകൊണ്ട് ഇവയെ നമുക്ക് പ്രപ്പോസിഷൻസ് എന്ന് കൂടി വിളിക്കാം. ഓക്കെ, ഇനി ഇൻഫറൻസ് നമ്മൾ പറഞ്ഞു. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫറൻസ് ആണെന്ന് പറഞ്ഞു. ഇൻഫറൻസ് 2 രീതിയിലാകാം. അതായത് ദി പ്രോസസ് ഓഫ് കമ്മിങ് ടു എ ന്യൂ നോളജ് ഇസ് കോൾഡ് ഇൻഫറൻസ്. നമ്മൾ പുതിയൊരു അറിവിലേക്ക് എത്തിപ്പെടുന്ന ആ ഒരു രീതിയെയാണ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. സോ ഇൻഫറൻസ് 2 രീതിയിലുണ്ട്. ഒന്ന്, എപ്പിസ്റ്റമോളജിയുമായി ബന്ധപ്പെട്ട് ഇൻഫറൻസ് ഉണ്ട്. അതേപോലെ തന്നെ ലോജിക്കുമായി ബന്ധപ്പെട്ടും ഇൻഫറൻസ് ഉണ്ട്. വാട്ട് ഈസ് എപ്പിസ്റ്റമോളജി? എപ്പിസ്റ്റമോളജി ഇസ് ദി സയൻസ് ഓഫ് ഷുവർ നോളജ്. അതായത് നമ്മൾ ഒരു കാര്യം, ഇപ്പോൾ ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി എന്നുള്ള സബ്ജക്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ എന്താണ്, നമുക്ക് അവിടെ ട്രൂത്തും ഫോൾസിറ്റിയും പറയാൻ സാധിക്കും. എന്താണ് ശരി, എന്താണ് തെറ്റെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതേസമയം ലോജിക്കിലെ ഈ ട്രൂത്ത്ഫുൾനെസ്സിനും ഫോൾസിറ്റിക്കും യാതൊരു സിഗ്നിഫിക്കൻസും ഇല്ല. അവിടെയാണ് ലോജിക്കും എപ്പിസ്റ്റമോളജിയും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് ബേസിക് കൺസെപ്റ്റ്സ് ആണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. എപ്പിസ്റ്റമോളജി ഷുവർ നോളജുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ദാറ്റ് വിൽ ബി അപ്ലിക്കബിൾ എവരിവെയർ. ഒരേ രീതിയിൽ നമുക്ക് അതിനകത്ത് ഏതാണ് ട്രൂ ഏതാണ് ഫോൾസ് എന്ന് പറയാൻ സാധിക്കും. ട്രൂത്ത്ഫുൾനെസ്സിനെ പറ്റി ഈ ഒരു സയൻസ് ഫീൽഡിൽ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ലോജിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആ ആർഗ്യുമെന്റ് സ്ട്രക്ചർ മാത്രമാണ്. ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ദി ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ഫോൾസിറ്റി ഓഫ് ആൻ ആർഗ്യുമെന്റ്.
ഇവിടെ നമ്മൾ പറയുന്നത് വാലിഡിറ്റിയെ പറ്റിയാണ്. ആർഗ്യുമെന്റ് ഈസ് വാലിഡ് ഓർ നോട്ട്. ആർഗ്യുമെന്റ് പ്രോപ്പർലി സ്ട്രെച്ചേഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ വാലിഡ് ആർഗ്യുമെന്റ്. ഇഫ് ദി ആർഗ്യുമെന്റ് ഈസ് നോട്ട് പ്രോപ്പർലി സ്ട്രെച്ചേഡ്, അതിനെ നമ്മൾ എന്തെന്ന് പറയും? അതൊരു ഇൻവാലിഡ് ആർഗ്യുമെന്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ യു ക്യാൻ സി ലോജിക് ഡീൽസ് വിത്ത് ദി കറക്റ്റ് ഫോം ഓഫ് ആർഗ്യുമെന്റ്സ്. ആർഗ്യുമെന്റ് കറക്റ്റ് ഫോം, ആ ഒരു സ്ട്രക്ചറിനെ പറ്റിയാണ് ലോജിക് പറയുന്നത്. വേറെ എപ്പിസ്റ്റമോളജി ഒരു ഷുവർ നോളജ് ആണ്. ട്രൂത്ത്ഫുൾനെസ്സിനെ പറ്റിയും ഫോൾസിറ്റിയെ പറ്റിയും ഇവിടെ പറയുന്നുണ്ട്. ട്രൂത്ത് ആണോ ഫോൾസ് ആണോ എന്നുള്ളത് എപ്പിസ്റ്റമോളജി പറയും, പക്ഷെ ലോജിക്കിൽ നമ്മൾ അതിന്റെ സ്ട്രക്ചർ മാത്രമേ ക്രോസ് ചെക്ക് ചെയ്യൂ. അതായത് ഹൗ ടു യൂസ് വൺസ് മൈൻഡ്. ഇറ്റ് ബേസിക്കലി ടീച്ചസ് ഹൗ ടു ഡ്രോ എ കൺക്ലൂഷൻ ഫ്രം ദി ഗിവൺ പ്രമൈസസ്. തന്നിരിക്കുന്ന പ്രമൈസിൽ നിന്ന് എങ്ങനെയാണ് ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നത്, അതാണ് പറയുന്നത്. ഒരു കറക്റ്റ് ഓർഡർ ആണോ, പ്രോപ്പർലി സ്ട്രക്ചേർഡ് ആണോ എന്നാണ് ലോജിക്ക് നമ്മളോട് പറയുന്നത്. So it basically teaches how to draw a conclusion from the given premise, but it does not teach us whether what we thought or arrived at is true or false. Okay, so that's the difference between these two. എപ്പിസ്റ്റമോളജി ആണെങ്കിൽ ട്രൂത്ത്ഫുൾനെസ്സിനെ പറ്റിയും ഫോൾസിറ്റിയെ പറ്റിയും നമ്മളവിടെ പറയും. വേറാസ് ലോജിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോജിക്കിൽ നമ്മൾ ആ സ്ട്രക്ചർ പ്രോപ്പർ ആണോ എന്ന് മാത്രമേ പറയൂ. ട്രൂത്ത് ആൻഡ് ഫോൾസിറ്റി ബിലോങ്സ് ടു ദി ഫീൽഡ് ഓഫ് എപ്പിസ്റ്റമോളജി. ലോജിക് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. ക്ലിയർ? അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ ആ ചെറിയ ചെറിയ കൺസെപ്റ്റുകളെല്ലാം ക്ലിയർ ആണോ? ആർഗ്യുമെന്റ് എന്താണെന്നും അതേപോലെ ഇൻഫറൻസ് എന്താണെന്നും അതിനകത്ത് എപ്പിസ്റ്റമോളജിയും ലോജിക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും പറഞ്ഞു. ടെൽ മീ, ഇസ് ഇറ്റ് ക്ലിയർ? ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയണേ. ഓക്കെ, ഫൈൻ. മൂവിങ് ഓൺ. ആർഗ്യുമെന്റിനെ പറ്റി പറഞ്ഞു. ആർഗ്യുമെന്റിനെ നമുക്കിനി 3 ടൈപ്പിലുള്ള ആർഗ്യുമെന്റ്, 3 അല്ല അതിൽ കൂടുതൽ ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നാലും ബ്രോഡ്ലി പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റും, 2 ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റും. ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്, ദീസ് ആർ ദി ബേസിക് ക്ലാസിഫിക്കേഷൻ. അത് കൂടാതെ നമുക്ക് വീണ്ടും ആർഗ്യുമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാം, ലൈക്ക് അബ്ഡക്റ്റീവ് ആർഗ്യുമെന്റ്, ദെൻ അനലോജിക്കൽ ആർഗ്യുമെന്റ്സ്. അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ക്ലാസിഫിക്കേഷനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ആദ്യത്തെ ബേസിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്നുള്ളതാണ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിംഗ്. കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ലെറ്റ് മി സ്റ്റാർട്ട് വിത്ത് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്. നമ്മൾ നേരത്തെ കണ്ടത് ഒരു ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണ്. അതായത് ഓൾ മെൻ ആർ മോർട്ടൽ, സോക്രട്ടീസ് ഈസ് എ മാൻ, സോ ഹി ഈസ് മോർട്ടൽ എന്ന് പറയുന്നത് ഒരു ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണ്. ഇൻ സെൻസ് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നും സ്പെസിഫിക്കിലേക്ക് വരുവാണെങ്കിൽ, റിസർച്ചിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് കൺസെപ്റ്റിനെ പറ്റി. സോ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നും നമ്മൾ സ്പെസിഫിക്കിലേക്കാണ് വരുന്നതെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഡിഡക്റ്റീവ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു ജനറൽ ഐഡിയ ഉണ്ട്, ബ്രോഡ്ലി എന്താണ് നോളജ് എന്ന് അറിയാം. ലൈക്ക് ലോകത്തുള്ള എല്ലാവരും മോർട്ടൽ ആണെന്നുള്ളത് അറിയാം. അത് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ നിന്നും ഒരു സ്പെസിഫിക് ഇൻഡിവിജ്വലിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ആ ഇൻഡിവിജ്വൽ മോർട്ടൽ ആണെന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ജനറൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നും സ്പെസിഫിക്കിലേക്ക് വരുവാണ്. അത്തരം റീസണിങ്ങിനെയാണ് നമ്മൾ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻ ആർഗ്യുമെന്റ് വേർ ദി കൺക്ലൂഷൻ ഫോളോസ് വാലിഡിറ്റി ഫ്രം ദി പ്രെമിസസ്. ഇൻ അതർ വേർഡ്സ്, ദി ആർഗ്യുമെന്റ് വേർ ദി ട്രൂത്ത് ഓഫ് ദി പ്രെമിസസ് ഗ്യാരണ്ടീസ് ട്രൂത്ത് ഓഫ് ദി കൺക്ലൂഷൻ. അതായത് ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ജനറലൈസ് ചെയ്യുക. ജനറൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നുമാണ്, അതിൽ നിന്നുമുള്ള ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആ സെൻസിൽ ആ പറഞ്ഞിരിക്കുന്ന ജനറൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ, ഓക്കെ, ജനറൽ സ്റ്റേറ്റ്മെന്റ് ഇസ് എ പ്രെമിസ്. ആ പ്രെമിസ് ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ എന്തായാലും ഫോളോ ചെയ്തിരിക്കും. ഓക്കെ, സോ അതാണ് നമ്മൾ ആദ്യത്തെ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. ആൻ ആർഗ്യുമെന്റ് വെയർ കൺക്ലൂഷൻ ഫോളോസ് വാലിഡിറ്റി ഫ്രം ദി പ്രെമിസസ്. പ്രെമിസസ് ട്രൂ ആണെങ്കിൽ ഡെഫിനറ്റ്ലി കൺക്ലൂഷനും ട്രൂ ആയിരിക്കും. ഓക്കെ, ദി ട്രൂത്ത് ഓഫ് ദി പ്രെമിസസ് ഗ്യാരണ്ടീസ് ട്രൂത്ത് ഓഫ് ദി കൺക്ലൂഷൻ. അതായത് ലോകത്തുള്ള എല്ലാ മെന്നും ഇവിടെ മോർട്ടൽ ആണെങ്കിൽ അതിൽ നിന്ന് ഒരാൾ എടുക്കുന്ന ആ വ്യക്തിയും ഉറപ്പായിട്ട് മോർട്ടൽ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് 100% സർട്ടനിറ്റിയോടുകൂടി പറയാൻ പറ്റുന്ന ആർഗ്യുമെന്റ്സ് ആണ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്സ്. ഓക്കെ, ഇനി ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് വാലിഡിറ്റി ആണ്. അതായത് വാലിഡിറ്റി ഇസ് ദി ആട്രിബ്യൂട്ട് ഓഫ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ദാറ്റ് ഡിനോട്ട്സ് ലോജിക്കൽ സ്ട്രെങ്ത്. ആ ആർഗ്യുമെന്റ് സ്ട്രോങ് ആണ് എന്ന് പറയുന്നത് വാലിഡ് ആണോ അല്ലയോ എന്നാണ്. നോട്ട് അബൌട്ട് ട്രൂത്ത് ഓർ ഫോൾസിറ്റി. അതിനെപ്പറ്റി നമ്മളിവിടെ പറയുന്നേ ഇല്ല.
നമ്മൾ ആർഗ്യുമെന്റിന്റെ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് പറയുന്നത് വാലിഡിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടാണ്. എന്താണ് വാലിഡിറ്റി? വാലിഡിറ്റി നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ്. ഒന്നാമതായിട്ട് ഫസ്റ്റ് we need to assume that premises are true even if they are not, assume that they are true. അതായത് തന്നിരിക്കുന്ന premises ട്രൂ അല്ലെങ്കിൽ കൂടിയും ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. തന്നിരിക്കുന്ന premises എന്ത് തന്നെയായാലും അത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. ലൈക്ക് ഓൾ ക്യാറ്റ്സ് ആർ ഡോഗ്സ് പ്രമിസ് ഉണ്ടെങ്കിൽ ആ ഓൾ ക്യാറ്റ്സ് ആർ ഡോഗ്സ് എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, തെറ്റാണെങ്കിൽ കൂടിയും ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. then ask yourself whether the conclusion would need to be true assuming the premises are true. ഇങ്ങനെ പറയുകയാണെങ്കിൽ ആ ഒരു കൺക്ലൂഷൻ, ഈ premises ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ ട്രൂ ആയിരിക്കണം, ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അല്ലാതെ ഇവിടെ നമ്മൾ എല്ലാ ഡോഗ്സും ക്യാറ്റ്സ് ആന്ന് പറഞ്ഞു, ഇത് ലോജിക്കലി പോസിബിൾ അല്ല, തെറ്റാണ് എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. തന്നിരിക്കുന്ന പ്രമിസിൽ പറയുന്ന കാര്യം എന്ത് തന്നെയായാലും അത് ട്രൂത്ത് ആണെന്ന് അസ്യൂം ചെയ്യുക. അതിനുശേഷം അത് ട്രൂത്ത് ആണെങ്കിൽ, അത് ട്രൂ ആണെങ്കിൽ താഴെ തന്നിരിക്കുന്ന കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ, അതിൽ നിന്ന് എടുക്കാവുന്ന ഒന്നാണോ ഈ കൺക്ലൂഷൻ എന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മതിയാവും. അതിൽ നിന്ന് എടുക്കാവുന്ന ഒന്നാണെങ്കിൽ ദാറ്റ് ഈസ് എ വാലിഡ് ആർഗ്യുമെന്റ്. എടുക്കാൻ പറ്റാത്തതാണെങ്കിൽ ദാറ്റ് ഈസ് ആൻ ഇൻവാലിഡ് ആർഗ്യുമെന്റ്. ഓക്കെ, I'll show you one example. ഈ ഒരു എക്സാമ്പിൾ നോക്കി. all dogs are dragons. all dogs are dragons. ഒരു സ്റ്റേറ്റ്മെന്റ്. എല്ലാ ഡോഗ്സും ഡ്രാഗൺ ആണെന്ന് പറഞ്ഞു. then all dragons are birds. എല്ലാ ഡ്രാഗണും ബേഡ്സ് ആണ്. എല്ലാ ഡ്രാഗണും ബേഡ്സ് ആണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും നമ്മൾ ആദ്യം അങ്ങ് ശരിയാണെന്ന് അങ്ങ് അസ്യൂം ചെയ്യുക. എല്ലാ ഡോഗ്സും ഡ്രാഗൺ ആണ്, എല്ലാ ഡ്രാഗണും ബേഡ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓൾ ഡോഗ്സ് ആർ ബേഡ്സ്. ഈ തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ഈ പറയുന്ന കൺക്ലൂഷൻ ട്രൂ ആണ്. അത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാം. അതായത് വെൻ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാം. അതിനുശേഷം അല്ലെങ്കിൽ ലോജിക്കലി ചിന്തിച്ചാലും മതി. ലോകത്തുള്ള എല്ലാ ഡോഗ്സും ഡ്രാഗൺ ആണെന്ന് പറഞ്ഞു. ഡോഗ്സ് എല്ലാം ഡ്രാഗൺ ആണ്. രണ്ടാമത് എല്ലാ ഡ്രാഗണും ബേഡ്സ് ആണെന്ന് പറഞ്ഞു. ഡ്രാഗൺ പൂർണ്ണമായിട്ടും ബേഡ്സ് ആണ്. ഡ്രാഗൺ പൂർണ്ണമായിട്ട് ബേഡ്സ് ആണെങ്കിൽ ഡോഗ്സ് പൂർണ്ണമായിട്ട് ബേഡ്സ് അല്ലേ? ബിക്കോസ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഡോഗ്സും ഡ്രാഗൺസ് ആണെന്ന്. അങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. അതർവൈസ് യു ക്യാൻ യൂസ് വെൻ ഡയഗ്രാം. വെൻ ഡയഗ്രാം വളരെ ഈസിയാണ് കേട്ടോ, ഒരു രീതിയിലുള്ള ഡിഫിക്കൽട്ടിയും ഇല്ല. ലൈക്ക് ഇപ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ട് ഡ്രോ ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടോ, ഓൾ ഡോഗ്സ് ആർ ഡ്രാഗൺസ്. എല്ലാ ഡോഗ്സും ഡ്രാഗൺ ആണെന്ന് പറയുമ്പോൾ ഞാൻ ഡോഗിനെ ഇങ്ങനെ വരയ്ക്കും. എല്ലാ ഡോഗ്സിനെയും ഞാൻ ഡ്രാഗൺ അകത്തായിട്ട് അങ്ങ് വരയ്ക്കും. അതിനർത്ഥം എല്ലാ ഡോഗ്സും ഡ്രാഗൺ ആണ്. ദെൻ ഓൾ ഡ്രാഗൺസ് ആർ ബേഡ്സ്. ഡ്രാഗൺ പൂർണ്ണമായിട്ടും ബേഡിനകത്തായിട്ട് അങ്ങ് വരയ്ക്കും. ബേഡ്. ഇത് നിങ്ങൾ നോക്കിയാൽ മതി. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഓൾ ഡോഗ്സ് ആർ ബേഡ്സ് എന്ന് പറയുന്നത് ട്രൂ ആണോ? എല്ലാ ഡോഗ്സും ബേഡ്സ് ആണെന്ന് പറഞ്ഞാൽ എല്ലാ ഡോഗ്സും ബേഡ്സിനകത്താകണം. എല്ലാ ഡോഗ്സും ബേഡ്സിനകത്താണ് വന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു എന്ന് മാത്രം. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് ഓർ തേർഡ് സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. സോ യു ഗോട്ട് ആൻ ഐഡിയ? എന്താണ് വാലിഡിറ്റി എന്ന് മനസ്സിലായോ? എന്താണ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് മനസ്സിലായോ? ഓക്കെ, സോ അത് കൃത്യമായിട്ട് താഴെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നോക്കുക. ദിസ് ഈസ് എ വാലിഡ് ആർഗ്യുമെന്റ്. ഇത് ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആണോ? അല്ല. പക്ഷേ ഇറ്റ് ഇസ് എ വാലിഡ് ആർഗ്യുമെന്റ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് if the premises were true, തന്നിരിക്കുന്ന രണ്ട് പ്രമിസുകളും ട്രൂ ആണെങ്കിൽ ദി കൺക്ലൂഷൻ വുഡ് ഫോളോ ബൈ നെസസിറ്റി. തന്നിരിക്കുന്ന രണ്ട് പ്രമിസുകളും ട്രൂ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന കൺക്ലൂഷൻ ഫോളോ ചെയ്തിരിക്കും. അങ്ങനെ എടുക്കാവുന്ന സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ ഡിഡക്റ്റീവ് എന്ന് പറയുന്നത്. സോ ദിസ് എ വാലിഡ് ആർഗ്യുമെന്റ്. വാലിഡിറ്റി ഈസ് അബൌട്ട് ദി ഫോം ഓഫ് ദി ആർഗ്യുമെന്റ്, നോട്ട് അബൌട്ട് ദി ട്രൂത്ത് ഓഫ് ദി പ്രമിസസ്. ഇവിടെ ആ ഫോം ആണ്, സ്ട്രക്ചർ പ്രോപ്പർ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ ആർഗ്യുമെന്റ് പറഞ്ഞിരിക്കുന്ന വേർഡുകൾ ട്രൂ ആണോ, വാക്കുകൾ ശരിയാണോ എന്നൊന്നും ക്രോസ് ചെക്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. തന്നിരിക്കുന്ന സ്ട്രക്ചർ പ്രോപ്പർ ആണെങ്കിൽ ആർഗ്യുമെന്റ് വിൽ ബി വാലിഡ്. സ്ട്രക്ചർ പ്രോപ്പർ അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ഇൻവാലിഡ് ആയിരിക്കും. ദെൻ വാലിഡ് ആർഗ്യുമെന്റ്സ് 3 രീതിയിലുണ്ട്. ജസ്റ്റ് അതൊന്ന് പറയുന്നത് മാത്രം, അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഞാനത് പിന്നീട് വരുന്നതിനനുസരിച്ച്, ക്വസ്റ്റ്യൻ വരുന്നതിനനുസരിച്ച് പറഞ്ഞുതരാം. 3 രീതിയിലാകാം. ട്രൂ പ്രമിസസും ട്രൂ കൺക്ലൂഷനുള്ള വാലിഡ് ആർഗ്യുമെന്റ് ആകാം. തന്നിരിക്കുന്ന പ്രമിസുകൾ ട്രൂ ആകാം, കൺക്ലൂഷനും ട്രൂ ആകാം. അല്ലെങ്കിൽ ഫോൾസ് പ്രമിസസും ഫോൾസ് കൺക്ലൂഷനും വരുന്ന വാലിഡ് ആർഗ്യുമെന്റ് ആകാം. തന്നിരിക്കുന്ന പ്രമിസസ് തെറ്റാണ്, കൺക്ലൂഷൻ തെറ്റാണ്.
അതേപോലെ തന്നെ ഫോൾസ് പ്രമിസസും ട്രൂ കൺക്ലൂഷനും വരുന്ന ആർഗ്യുമെന്റും ആകാം. അതായത് ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ഫോൾസിറ്റി ഈസ് നോട്ട് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അത് എങ്ങനെ വേണമെങ്കിലും ആകാം. തന്നിരിക്കുന്ന പ്രമിസസ് ചിലപ്പോൾ ശരിയായിരിക്കാം, സത്യമായിട്ട് ട്രൂത്ത്ഫുൾ ആയിരിക്കാം, കൺക്ലൂഷൻ ട്രൂത്ത്ഫുൾ ആകാം, നോ ഇഷ്യൂസ്. അതേപോലെ തന്നിരിക്കുന്ന പ്രമിസസ് ചിലപ്പോൾ ഫോൾസ് ആയിരിക്കും. ഇപ്പോഴത്തെ പറയുന്നത് പോലെ ഇത് ഫോൾസ് ആണ്, റൈറ്റ്? ഫോൾസിറ്റി ചെക്ക് ചെയ്യുവാണെങ്കിൽ ഓൾ ഡോഗ്സ് ആർ ഡ്രാഗൺ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. കൺക്ലൂഷനോ ഓൾ ഡോഗ്സ് ആർ ബേഡ്സ്, അതും ഫോൾസ് ആണ്. സോ തന്നിരിക്കുന്ന പ്രമിസസും ഫോൾസ് ആകാം, കൺക്ലൂഷനും ഫോൾസ് ആകാം. അതേപോലെ ചിലപ്പോൾ പ്രമിസസ് ഫോൾസും കൺക്ലൂഷൻ ട്രൂ ആകാം. ഇതെങ്ങനെ വേണമെങ്കിലും ആകാം. അതാണ് പറയുന്നത് വാലിഡ് ആർഗ്യുമെന്റ്സ് നമ്മളവിടെ ട്രൂത്ത്ഫുൾനെസ്സും ഫോൾസിറ്റിയും നോക്കേണ്ട കാര്യമില്ല. PYQs നമ്മൾ കുറച്ച് ഏരിയാസ് പറഞ്ഞുള്ളൂ. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഐ ഷോ യു വൺ. Which of the following statements correctly apply to deductive arguments? Deductive argumentsൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, deductive arguments are either valid or invalid. There must be a necessary relation between premises and the conclusion. Adding new premises improves validity. False premises may lead to true conclusion. ഇനി നിങ്ങളുടെ ആൻസർ പറയൂ, ഏതൊക്കെയാണ് ഇതിനകത്ത് ശരി? നമ്മൾ ഇപ്പൊ പറഞ്ഞ അതേ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ആൻസർ തന്നാൽ മതി. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക, അതിനെ ബേസ് ചെയ്തുകൊണ്ട് വാട്ട് ഈസ് യുവർ ആൻസർ? ഓക്കെ, ഐ ഗോട്ട് വൺ ആൻസർ. ഓക്കെ, നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ വാട്ട് അബൌട്ട് ദി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ആർ എയ്തർ വാലിഡ് ഓർ ഇൻവാലിഡ്. ശരിയല്ലേ? അതാണ് നമ്മൾ പറഞ്ഞത്. ദി ക്വാളിറ്റി ഓർ ആട്രിബ്യൂട്ട് ഓഫ് ഡിഡക്റ്റീവ് റീസണിങ് ഈസ് വാലിഡിറ്റി. അത് ഒന്നെങ്കിൽ വാലിഡ് ആകാം അല്ലെങ്കിൽ ഇൻവാലിഡ് ആകാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റൈറ്റ്. First statement is right. What about the second statement? There must be a certain relation, or there must be a necessary relation between premises and conclusion. Premises conclusion തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷൻ ഉണ്ടാകും, റൈറ്റ്? പ്രമിസസ് ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ 100% ട്രൂ ആയിരിക്കും. അതാണ് പറഞ്ഞത് there must be a necessary relation between premises and conclusion. That is again true. What about the third one? Adding new premises improves the validity. പുതിയൊരു പ്രമിസ് ആഡ് ചെയ്തെന്ന് പറഞ്ഞ് വാലിഡിറ്റി വരുമോ? ഇല്ല. ബിക്കോസ് വാലിഡിറ്റി നമുക്ക് ആ തന്നിരിക്കുന്ന പ്രമിസുകളിൽ നിന്ന് എടുക്കാവുന്നതാണ് കൺക്ലൂഷൻ. ആ തന്നിരിക്കുന്ന പ്രമിസുകളിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഒരു കാര്യം. ഇനി പുതിയൊരു പ്രമിസ് ആഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അതിന്റെ വാലിഡിറ്റി കുറയുകയുള്ളൂ, കൂടില്ല. ഓക്കെ, സോ തേർഡ് വൺ ഈസ് നോട്ട് എ ക്വാളിറ്റി. What about the fourth one? False premises may lead to true conclusion. ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫോൾസ് പ്രമിസസ് വന്നാലും ട്രൂ കൺക്ലൂഷൻ വരാം. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഫോൾസ് പ്രമിസസ് മേ ലീഡ് ടു ട്രൂ കൺക്ലൂഷൻ. ദാറ്റ് ഈസ് അഗെയിൻ ട്രൂ. ഓക്കെ, സോ ദി ആൻസർ ഈസ് എ, ബി ആൻഡ് ഡി. ഓപ്ഷൻ എ. മനസ്സിലായോ എല്ലാവർക്കും? നമ്മൾ പറഞ്ഞ ചെറിയ ചെറിയ കൺസെപ്റ്റുകൾ മാത്രമേ ഉള്ളൂ. ആ ചെറിയ ചെറിയ കൺസെപ്റ്റുകൾ വരെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത് കണ്ടോ? ഇതാണ് ലോജിക്കൽ റീസണിങ്ങിന്റെ സ്പെഷ്യാലിറ്റി. ഡയറക്ട്ലി ഓരോ സെന്റൻസുകളും ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ഫോർത്ത് സെന്റൻസ് പറയുന്ന ഒരു ചെറിയ കൺസെപ്റ്റ് ആണ്. ഫോൾസ് പ്രമിസസ് വന്നു കഴിഞ്ഞാലും ട്രൂ കൺക്ലൂഷൻ വരാം എന്നുള്ളൊരു ചെറിയ കൺസെപ്റ്റ് ആണ്. ആ ചെറിയ കൺസെപ്റ്റ് വരെ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു പോയിന്റ് കൂടി പറയുന്നുണ്ട് കേട്ടോ. ആ പോയിന്റ് നിങ്ങളൊന്ന് ഓർത്തി. ഇത്രയും നമ്മൾ പറഞ്ഞു. ട്രൂ പ്രമിസസ് ട്രൂ കൺക്ലൂഷനിലേക്ക് നയിക്കും, ഫോൾസ് പ്രമിസസ് ഫോൾസ് കൺക്ലൂഷനിലേക്ക് നയിക്കാം, അതേപോലെ തന്നെ ഫോൾസ് പ്രമിസസ് ട്രൂ കൺക്ലൂഷനിലേക്ക് നയിക്കാം. പക്ഷേ ഇത് സംഭവിക്കില്ല. ട്രൂ പ്രമിസസ് ആണെങ്കിൽ കൺക്ലൂഷൻ ഡെഫിനറ്റ്ലി ട്രൂ ആയിരിക്കും. പ്രമിസസ് ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ ഡെഫിനറ്റ്ലി ട്രൂ ആയിരിക്കും. അതുകൊണ്ട് ട്രൂ പ്രമിസസ് ഒരിക്കലും ഫോൾസ് കൺക്ലൂഷനിലേക്ക് നയിക്കില്ല. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്തേക്കുക. അപ്പോൾ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളാണ്. ഇത് മനസ്സിലാവാത്തവരുണ്ടോ? ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, പ്രമിസസിന് ട്രൂ ആണ്, സത്യസന്ധമായിട്ടുള്ള ശരിയായ കാര്യങ്ങളാണ് പറയുന്നത്. കൺക്ലൂഷനും ശരിയായ കാര്യങ്ങളാവാം. ദെൻ ഫോൾസ് പ്രമിസസ് ആണ് കൺക്ലൂഷൻ. നമുക്ക് നേരത്തെ കണ്ട എക്സാമ്പിൾ പോലെ ഫോൾസ് പ്രമിസസ് ആണെങ്കിൽ കൺക്ലൂഷനും ഫോൾസ് പ്രമിസ് ആകാം. ഇനി ഫോൾസ് പ്രമിസസ് ആണ് പക്ഷെ കൺക്ലൂഷൻ ട്രൂ പ്രമിസും ആകാം. കൺക്ലൂഷൻ ട്രൂ ആകാം, അതിലും പ്രശ്നമില്ല. പക്ഷേ ട്രൂ പ്രമിസസ് എന്നിട്ട് ഒരു കാരണവശാലും ഫോൾസ് കൺക്ലൂഷൻ കിട്ടില്ല. ബിക്കോസ്
ട്രൂ പ്രമിസസ് ആണെങ്കിൽ കൺക്ലൂഷൻ അതിൽ നിന്ന് എടുക്കുന്നതാണ്. അതിൽ നിന്ന് എടുക്കുന്ന ഒരു കാര്യം ഒരിക്കലും തെറ്റില്ല. ഓക്കെ, അതാണ് ഓർക്കേണ്ടത്. ട്രൂ പ്രമിസസ് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഫോൾസ് കൺക്ലൂഷൻ വരില്ല. സോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? നിങ്ങൾ ടൈം എടുത്തോളൂ, എത്ര വേണമെങ്കിലും ടൈം എടുത്തോളൂ, പക്ഷേ മാക്സിമം എഫേർട്ട് ഈ സെഷൻസിൽ കൊടുക്കണം കേട്ടോ. എന്ത് ഡൗട്ട് വന്നാലും സ്റ്റോപ്പ് മീ ആൻഡ് ഫീൽ ഫ്രീ ടു ആസ്ക്. അടുത്ത ക്വസ്റ്റ്യൻ കാണാമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസെഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അഗെയിൻ ഫ്രം ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്. അസെഷൻ പറയുന്നത് എ വാലിഡ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് വിത്ത് ഓൾ ട്രൂ പ്രമിസസ് വിൽ ലീഡ് ടു ട്രൂ കൺക്ലൂഷൻ. പ്രമിസുകൾ ട്രൂ ആണെങ്കിൽ ട്രൂ കൺക്ലൂഷൻ തന്നെ നമുക്ക് കിട്ടും. പ്രമിസുകൾ ട്രൂ ആയിട്ട് ഫോൾസ് കൺക്ലൂഷൻ വരേണ്ട കാര്യമില്ല. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ റീസൺ പറയുന്നത് ഇൻ എ വാലിഡ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ദി കൺക്ലൂഷൻ ഫോളോസ് ഫ്രം ദി പ്രമിസസ് വിത്ത് അബ്സല്യൂട്ട് നെസസിറ്റി. വാലിഡ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി കൺക്ലൂഷൻ ആ ഒരു പ്രമിസുകളിൽ നിന്ന് എടുക്കുന്നതാണ്. അതുകൊണ്ട് അത് വേരി ചെയ്യില്ല. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് എന്ന് തോന്നുന്നു. ക്വസ്റ്റിന് ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഈവൻ ദോ ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. വാട്ട് ഇസ് ദി റൈറ്റ് ആൻസർ ദെൻ? യെസ്, ഓപ്ഷൻ എ. അതായത് തന്നിരിക്കുന്ന അസെഷൻ എ വാലിഡ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് വിത്ത് ഓൾ ട്രൂ പ്രമിസസ് വിൽ ലീഡ് ടു ട്രൂ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ട്രൂ ആണ്. അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. ബിക്കോസ് എന്തുകൊണ്ടാ, ഒരു വാലിഡ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണെങ്കിൽ കൺക്ലൂഷൻ ഫോളോസ് ഫ്രം ദി പ്രമിസ് വിത്ത് അബ്സല്യൂട്ട് നെസസറി. പ്രമിസിൽ നിന്ന് ഡയറക്ട്ലി എടുക്കുന്നതാണ്, ഡയറക്ട്ലി ഇൻഫർ ചെയ്യുന്ന എൻറ്റെയിൽ ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ നെസസറി ആയിട്ട് അത് ഫോളോ ചെയ്തിരിക്കും. ഓക്കെ, ഗിവ് മി 1 minute. Meanwhile, do this. ഇതിന്റെ റൈറ്റ് ആൻസർ നിങ്ങളൊന്ന് പറയൂ. ഓക്കെ, ആൻസർ കിട്ടിയോ? ചോദിച്ചിരിക്കുന്ന വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് എന്നാണ്. റൈറ്റ്, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ട്രൂത്ത് ആൻഡ് ഫോൾസ്ഹുഡ് may be predicted of propositions but never of arguments. In the case of deductive arguments, the terms correct and incorrect are used. Inductive arguments are neither valid nor invalid but evaluated as better or worse. The conclusion of deductive argument follows from its premises necessarily. തെറ്റായിട്ടുള്ള ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, തെറ്റായിട്ടുള്ള നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതുകൊണ്ടാണ് ഇൻഡക്റ്റീവ് വന്നിട്ട് ഞാൻ അവിടുത്തെ ഇൻക്ലൂഡ് ചെയ്തത്. സോ തെറ്റായിട്ടുള്ള ഏതാണ്? നമ്മൾ ഒരിക്കലും ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിൽ കറക്റ്റ് ഇൻകറക്റ്റ് എന്ന് പറയില്ല. പക്ഷെ പറയുന്നത് എങ്ങനെയാണ്? വാലിഡ് ഇൻവാലിഡ് എന്നാണ്. കറക്റ്റ് ആണെങ്കിൽ ട്രൂത്ത്ഫുൾനെസിനെ പറ്റിയും ഫോൾസിറ്റിയെ പറ്റിയുമാണ്. അത് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് നമ്മൾ പറയില്ല. പകരം പറയുന്നത് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഒരു ക്വസ്റ്റ്യൻ കൂടി. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻസ് ഡിസ്ക്രൈബ്സ് എ വാലിഡ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് വിത്ത് ഓൾ പ്രമിസസ് ആൻഡ് കൺക്ലൂഷൻ ആർ ട്രൂ? ഒരു വാലിഡ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണ്, പ്രമിസസും കൺക്ലൂഷനും ട്രൂ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഇത് നിങ്ങൾ ഒന്നും അറിയണ്ട, ഇതിനെപ്പറ്റി ഒന്നും ഡീറ്റെയിൽസ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാതൊന്ന് നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ചൊന്ന് പറഞ്ഞ്
ഇംപ്രോബബിൾ, പ്രോബബിൾ, സൗണ്ട്, അൺസൗണ്ട് എന്തായിരിക്കും? ഈ ക്വസ്റ്റ്യൻ ആൻസറിന് വേണ്ടി നമ്മൾ ഒന്നും പഠിക്കണ്ടല്ലോ. ബിക്കോസ് വാലിഡ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണ്. പ്രെമിസസും കൺക്ലൂഷൻ ട്രൂ ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ സൗണ്ട് ആർഗ്യുമെന്റ്, റൈറ്റ്? അവിടെ അൺസൗണ്ട് ഒന്നുമില്ല, സൗണ്ട് ആർഗ്യുമെന്റ്. പ്രോബബിൾ ഒക്കെ വരുന്നത് ഇൻഡക്റ്റീവിലാണ്. ഓക്കെ, സോ വിൽ സി സൗണ്ട് ആർഗ്യുമെന്റ്. മൂവിങ് ഓൺ. അപ്പൊ ഡിഡക്റ്റീവ് കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഡിഡക്റ്റീവിൽ എങ്ങനെ വരുന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ്, ആ ജനറൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള കൺക്ലൂഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതിനെയാണ് ഡിഡക്റ്റീവ് എന്ന് പറയുന്നത്. അതേസമയം നമ്മളൊരു ചെറിയ സാമ്പിൾ കണ്ടിട്ട് ജനറലൈസ് ചെയ്യുവാണെങ്കിലോ അതിനെയാണ് ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത്. ഒരു സ്പെസിഫിക്കിൽ നിന്നും ജനറലൈസേഷനിലേക്ക് പോവുകയാണെങ്കിൽ ആ കൺസെപ്റ്റിനെയാണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻ ആർഗ്യുമെന്റ് വേർ ദി പ്രെമിസസ് point several cases of some pattern and the conclusion states that that pattern will hold in general. ഇപ്പോൾ നമ്മൾ പ്രെമിസസ് പറയുന്നത് ഒരുപാട് കേസസ്, കുറച്ച് കേസസ് നമ്മൾ കാണുന്നുണ്ട്, ലൈക്ക് സാമ്പിളിങ് ചെയ്യുന്നത് പോലെ. സാമ്പിൾ ചെയ്യുന്ന പോലെ കുറച്ച് കാര്യങ്ങളിൽ നമ്മളൊരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്തു, ലൈക്ക് ഒരു 1000 ഇൻഡിവിജ്വൽ ഐറ്റംസ് നമ്മൾ നോക്കിയപ്പോൾ ഒരു പാറ്റേൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരം ഐറ്റത്തിന്റെ എല്ലാത്തിലും ആ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതാണ് inductive arguments. I'll show you one example. See, we have seen thousands and 1000 അരയണ്ണങ്ങളെ കണ്ടു എന്ന് വിചാരിക്കുക. All of them were white. അവയെല്ലാം വൈറ്റ് ആയിരുന്നു. നമ്മൾ കണ്ടത് 1000 ആണ്. 1000 എണ്ണം വൈറ്റ് ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ ജനറലൈസ് ചെയ്യുവാണ്, all swans are white. ഇതാണ് ഇൻഡക്റ്റീവ്. ഡിഡക്റ്റീവ് ആണെങ്കിൽ എങ്ങനെയാണ്? ഡിഡക്റ്റീവ് ആണെങ്കിൽ ആദ്യം തന്നെ പ്രെമിസസ് എന്ന് പറയും, ഫസ്റ്റ് പ്രെമിസിൽ തന്നെ we know the feature of the entire population. ആ ഒരു എൻറ്റയർ പോപ്പുലേഷന്റെ ഫീച്ചർ നമുക്ക് അറിയാം, അതിൽ നിന്നുമാണ് സ്പെസിഫിക്കിലേക്ക് വരുന്നത്. എന്നാൽ ഇവിടെ നമുക്കൊരു സ്പെസിഫിക് കാറ്റഗറിയുടെ ഫീച്ചേഴ്സേ അറിയുള്ളൂ. അത് ഉപയോഗിച്ചുകൊണ്ട് ജനറലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ, പോപ്പുലേഷൻ എങ്ങനെയാണെന്ന് പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ അതാണ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്. ഓക്കെ, സോ ഓർക്കുക, ആൻ ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് വിൽ നോട്ട് ഡിഡക്റ്റീവ്ലി വാലിഡ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ വാലിഡിറ്റി ഉണ്ടാവുമോ? ബിക്കോസ് നമ്മൾ സോക്രട്ടീസിന്റെ എക്സാമ്പിൾ പറഞ്ഞ് ആലോചിച്ച് നോക്കുക. ഓൾ മെൻ ആർ മോർട്ടൽ, ഓൾ മെൻ ആർ മോർട്ടൽ, സോക്രട്ടീസ് ഈസ് എ മാൻ, സോ ദെർഫോർ സോക്രട്ടീസ് ഈസ് മോർട്ടൽ. ഇവിടെ സംഭവിക്കുന്നത് എന്താ? ലോകത്തുള്ള എല്ലാവരും മോർട്ടലാണെന്ന് ആദ്യം അറിയാം. അതിൽ നിന്നും ഒരാളെ എടുത്തിട്ട് അതും മോർട്ടലാണെന്ന് പറയുകയാണെങ്കിൽ അത് 100% സർട്ടൻ ആയിരിക്കും. പക്ഷേ വാട്ട് അബൌട്ട് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്? ഇൻഡക്റ്റീവ് ആണെങ്കിൽ നമുക്കിവിടെ കുറച്ചേ അറിയുള്ളൂ, നമുക്കറിയാവുന്നത് വളരെ പരിമിതമാണ്. അതിൽ നിന്ന് നമ്മൾ ജനറലൈസ് ചെയ്യുവാണ്. അറിയാവുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, അതിൽ നിന്നും ജനറലൈസ് ചെയ്യുമ്പോൾ സർട്ടനിറ്റിയോടുകൂടി പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ ഈ 1001ാമത്തെ സ്വാൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ബ്ലാക്ക് ആയിരിക്കും, റൈറ്റ്? നമ്മൾ കണ്ട 1000 ഉള്ളൂ, അതിന് പുറത്ത് ചിലപ്പോൾ ഒരു സ്വാൻ ബ്ലാക്ക് ആണെങ്കിൽ ഈ പറയുന്ന കൺക്ലൂഷൻ ഇൻവാലിഡ് ആവില്ലേ? അതുകൊണ്ട് സർട്ടനിറ്റിയോടുകൂടി ഒരു കാരണവശാലും ഇൻഡക്റ്റീവ് റീസണിങ്ങിനകത്ത് നമുക്ക് പറയാൻ സാധിക്കില്ല. Therefore, an inductive argument provides weaker or less trustworthy support for the conclusion than deductive argument does. Deductive strong ആയിട്ട് നമുക്ക് പറയാം, സ്ട്രോങ് ആയിട്ട് ട്രൂ ആയിരിക്കും എന്ന് പറയാം. പക്ഷേ ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റിൽ അത്രയും സ്ട്രോങ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. പ്രോബബിലിറ്റി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാൻ സാധിക്കൂ, പ്രോബബ്ലി ഇറ്റ് വിൽ ബി ട്രൂ, ചാൻസ് ഉണ്ട്. ഓക്കെ, സി മറ്റൊരു എക്സാമ്പിൾ. മോസ്റ്റ് പീകോക്ക് ഈറ്റ് ഓട്സ്. മിക്ക പീക്കോക്കും ഈ ഓട്സ് കഴിക്കുന്നുണ്ട്. ദെർഫോർ ദിസ് ബേർഡ് ഈസ് എ പീകോക്ക്. ഈ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ബേർഡ് ഒരു പീകോക്കാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബേർഡും പ്രോബബ്ലി ഓട്സ് കഴിക്കുമായിരിക്കും. കണ്ടോ, അങ്ങനെയാണ് പറയുന്നത്, അല്ലാതെ 100% സർട്ടനിറ്റിയോടുകൂടി അല്ല കൺക്ലൂഡ് ചെയ്യുന്നത്. പ്രോബബ്ലി ദിസ് ബേർഡ് ഈറ്റ്സ് ഓട്സ്. സോ ദിസ് ആർഗ്യുമെന്റ് ഈസ് ഇൻഡക്റ്റീവ്ലി സ്ട്രോങ് because if all its premises were true, then it would be highly likely or probable that the conclusion would also be true. തന്നിരിക്കുന്ന പ്രമിസുകൾ ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ, മോസ്റ്റ് പീകോക്ക് ഈറ്റ് ഓട്സ് എന്ന് പറയുന്നതും ഈ മുമ്പിൽ നിൽക്കുന്ന ഒരു പീകോക്ക് ആണെങ്കിൽ ചാൻസസ് ആർ ദെയർ, അതും ഓട്ട് കഴിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സർട്ടനിറ്റി ഇല്ല, ചാൻസ് ആണുള്ളത്, സർട്ടൻ പെർസെൻറ്റേജ് നമുക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ആർഗ്യുമെന്റിനെയാണ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ദെൻ ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റിൽ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് കൊജൻസി ആണ്, കൊജന്റ് ആണെന്ന് പറയും. അതായത് കൊജൻസി ഈസ് ദി ആട്രിബ്യൂട്ട് ഓഫ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ദാറ്റ് ഡിനോട്ട്സ് ദി ട്രൂത്ത് ഓഫ് ഇറ്റ്സ് പ്രെമിസസ് ആൻഡ് ലോജിക്കൽ സ്ട്രെങ്ത്.
നമ്മൾ വാലിഡിറ്റി ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിൽ വാലിഡിറ്റി ഡിഡക്റ്റീവിലും ഇൻഡക്റ്റീവിലും വാലിഡിറ്റിയെ പറ്റി പറയും. എന്നിരുന്നാൽ കൂടിയും ഡിഡക്റ്റീവിന്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് വാലിഡിറ്റി ആണ്, എന്നാൽ ഇൻഡക്റ്റീവിന്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് കോജൻസി ആണ്. അത് പറയാനുള്ള റീസൺ, ഇൻഡക്റ്റീവ്ലി സ്ട്രോങ് ആണ്. അതുകൂടാതെ പ്രെമിസസ് ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ ട്രൂ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അതിന്റെ കൊജന്റ് ആണെന്ന് പറയാനുള്ള കാരണം. സോ വാലിഡിറ്റി പോലെ ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട് ആണ് കൊജൻസി. ലൈക്ക് ഒരു എക്സാമ്പിൾ കാണിക്കാം. സി യൂറോപ്പ ഹാസ് എൻ അറ്റ്മോസ്ഫിയർ കണ്ടെയ്നിങ് ഓക്സിജൻ. ഭൂമിയെ പോലെ യൂറോപ്പ എന്ന് പറയുന്ന ഗ്ലോബിനും അറ്റ്മോസ്ഫിയർ ഉണ്ട്, അതിനകത്ത് ഓക്സിജനും ഉണ്ട് എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ദെൻ ഓക്സിജൻ ഈസ് റിക്വയർഡ് ഫോർ ലൈഫ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ രണ്ട് പ്രമിസുകളും ട്രൂ ആണെങ്കിൽ താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റും ട്രൂ ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ therefore thus there may be life on യൂറോപ്പ. കണ്ടല്ലോ, ആ തന്നിരിക്കുന്ന രണ്ട് പ്രമിസുകളും ട്രൂ ആണെങ്കിൽ തന്നിരിക്കുന്ന കൺക്ലൂഷൻ വാലിഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്, സർട്ടനിറ്റി ഇല്ല, ചാൻസ് ഇല്ല. അങ്ങനെ തന്നിരിക്കുന്ന പ്രമിസസിൽ ട്രൂത്ത്ഫുൾനെസ് ഉണ്ട്, അതേപോലെ ഇൻഡക്റ്റീവ്ലി സ്ട്രോങ്ങും ആണെങ്കിൽ കൺക്ലൂഷൻ അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ആർഗ്യുമെന്റ് കോജന്റ് ആണെന്ന് പറയാൻ സാധിക്കും. വാലിഡ് ആണെന്ന് പറയുന്നതോടൊപ്പം തന്നെ കോജന്റ് ആണെന്ന് പറയാൻ സാധിക്കും. അതാണ് അതിന്റെ മീനിങ് വരുന്നത് കേട്ടോ. സോ ജസ്റ്റ് ഓർക്കുക കോജൻസി. അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രീവൈക്യൂസ്. സോ ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റും കൺസെപ്റ്റുകൾ ക്ലിയർ ആയോ? Okay, let's see. Previous. Which of the following statements is or are true? താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ട്രൂ എന്ന് പറയണം. ഒന്നാമത്തെ ഓപ്ഷൻ, the terms true and false apply to arguments. Second one, the terms true and false apply to statements. The term valid and invalid apply to arguments. The term cogent and non-cogent apply to statements. എന്ത് തോന്നുന്നു? നമുക്കറിയാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ട്രൂത്ത് ആൻഡ് ഫോൾസിറ്റി. ഇത് രണ്ടും ആർഗ്യുമെന്റ് നമ്മൾ ഉപയോഗിക്കില്ല. ഓക്കെ, ഓർക്കാലോ, ട്രൂത്ത് ആൻഡ് ഫോൾസിറ്റി ആർഗ്യുമെന്റ് ഉപയോഗിക്കില്ല. ഇതറിയാം. ഇത് രണ്ടും ആർഗ്യുമെന്റിൽ വരില്ല. രണ്ടാമത്തെ കാര്യം, വാലിഡ് ആൻഡ് ഇൻവാലിഡ് ആർഗ്യുമെന്റിൽ വരും, ആർഗ്യുമെന്റിൽ യൂസ് ചെയ്യും. അതേപോലെ കൊജന്റ് ആൻഡ് നോൺ കൊജന്റ്, ഇൻഡക്റ്റീവ് ആണെങ്കിൽ കൊജന്റ് ആൻഡ് നോൺ കൊജന്റും നമ്മൾ ആർഗ്യുമെന്റിൽ യൂസ് ചെയ്യും. ഇതറിയാം, ഇത്രയും കാര്യങ്ങൾ അറിയാം. ഇനി തന്നിരിക്കുന്ന കാര്യങ്ങൾ അതിലുപരിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് നമുക്ക് പറയാലോ. ഏതാണത്? ട്രൂത്ത് ആൻഡ് ഫോൾസ് ആർഗ്യുമെന്റിൽ യൂസ് ചെയ്യും, റൈറ്റ്? ചെയ്യില്ല. ട്രൂത്ത് ആൻഡ് ഫോൾസ്, ദി ടേംസ് ട്രൂ ആൻഡ് ഫോൾസ് അപ്ലൈ ടു ആർഗ്യുമെന്റ്, ഇത് തെറ്റാണ്. ട്രൂ ആൻഡ് ഫോൾസ് അപ്ലൈ ടു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ദി ടേംസ് ട്രൂ ആൻഡ് ഫോൾസ് അപ്ലൈ ടു സ്റ്റേറ്റ്മെന്റ്സ്, ഇത് നമുക്ക് സ്റ്റേറ്റ്മെന്റ്സിൽ ഉപയോഗിക്കാം, ആർഗ്യുമെന്റ്സിൽ ഉപയോഗിക്കാൻ പാടില്ല. സ്റ്റേറ്റ്മെന്റ്സിൽ ഉപയോഗിക്കാം, ആർഗ്യുമെന്റ് ഉപയോഗിക്കാൻ പാടില്ല. ദെൻ ദി ടേം വാലിഡ് ആൻഡ് ഇൻവാലിഡ് അപ്ലൈ ടു ആർഗ്യുമെന്റ്സ്. വാലിഡിറ്റി ആൻഡ് ഇൻവാലിഡിറ്റി എന്ന് പറയുന്നത് ആർഗ്യുമെന്റ്സിൽ വരുന്നതാണ്, അത് സ്റ്റേറ്റ്മെന്റ്സിലല്ല. വാലിഡിറ്റി എന്ന് പറയുന്നത് ആർഗ്യുമെന്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതേപോലെ കൊജന്റും നോൺ കൊജന്റും അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സിലല്ല, അത് ആർഗ്യുമെന്റിലാണ് അപ്ലൈ ചെയ്യുന്നത്. അത് രണ്ടും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. വാലിഡിറ്റി ആൻഡ് ഇൻവാലിഡിറ്റി ആർഗ്യുമെന്റ് വരും, കൊജന്റ് ആൻഡ് നോൺ കൊജൻസി എന്ന് പറയുന്നത് ആർഗ്യുമെന്റുമായി ബന്ധപ്പെട്ടാണ്. സോ യു ക്യാൻ സി ഫോൾസിറ്റിയും ട്രൂത്ത്ഫുൾനെസ് നോക്കി സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടാണ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ബിയും സിയും ഫോളോ ചെയ്യും. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. മനസ്സിലായോ? അത് റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ആർഗ്യുമെന്റ് ഫീച്ചേഴ്സ് ഓർത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കത് ചെയ്യാം. അത് ആ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, വൺ മോർ ക്വസ്റ്റ്യൻ. സെയിം ഏരിയ, സെയിം ക്വസ്റ്റ്യൻ, ബട്ട് ആസ്ക്ഡ് ഇൻ അനദർ വേ. സെയിം ക്വസ്റ്റ്യൻ ആണ്, വേറെ രീതി ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് 1, ട്രൂത്ത് ആൻഡ് ഫോൾസ്ഹുഡ് ആർ
predicates of arguments. Statement 2, validity and invalidity as predicates of statements. Sorry. Waiting for your answer. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതേ ക്വസ്റ്റ്യൻ ആണ്, ഒരു വ്യത്യാസവും ഇല്ല. സെയിം തിങ് വേറെ രീതി ചോദിച്ചിരിക്കുന്നു മാത്രം. നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ജസ്റ്റ് നോക്കുക എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂത്ത് ആൻഡ് ഫോൾസ്ഹുഡ് ഇത് എന്തുമായി ബന്ധപ്പെട്ടാണ്? ഇത് രണ്ടും സ്റ്റേറ്റ്മെന്റ്സുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുന്നത്. ആർഗ്യുമെന്റിൽ ഇവ യൂസ് ചെയ്യില്ല. ഓക്കെ, ആർഗ്യുമെന്റുമായി ബന്ധപ്പെട്ട കാര്യമല്ല ട്രൂത്ത് ആൻഡ് ഫോൾസ്ഹുഡ്, അത് രണ്ടും സ്റ്റേറ്റ്മെന്റ്സിലാണ് യൂസ് ചെയ്യുന്നത്. അതേസമയം വാലിഡിറ്റിയും ഇൻവാലിഡിറ്റിയും ആർഗ്യുമെന്റുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്, സ്റ്റേറ്റ്മെന്റ്സുമായി ബന്ധപ്പെട്ടല്ല. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, show you another question. Which of the following is true regarding inductive argument? Inductive argumentuമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നതിൽ ഏതാണ് ട്രൂ എന്ന് പറയണം. If all premises are true, the conclusion must be true. It claims to support its conclusion only with a degree of some degree of probability. It claims to support its conclusion conclusively. Conclusion is completely contained already in the premises. Sorry. ഇൻഡക്റ്റീവ് ആണ്. ഇൻഡക്റ്റീവിന്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നത് ഏതാണ് ഇൻഡക്റ്റീവ് റീസണിങ് പ്രകാരം വാലിഡ് ആവുന്നത്? സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇഫ് ഓൾ ദി പ്രമിസസ് ആർ ട്രൂ, കൺക്ലൂഷൻ മസ്റ്റ് ബി ട്രൂ. അത് ഏതിലാണ്? ദാറ്റ് ഈസ് വിത്ത് റിഗാർഡ് ടു ഡിഡക്റ്റീവ്. ഇൻഡക്റ്റീവിലല്ല, അത് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണ്. ഇൻഡക്റ്റീവിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, then it supports, it claims to support its conclusion with some degree of probability, chance, right? നമ്മുടെ എക്സാമ്പിൾ ഓർക്കുക, ചാൻസിനെ കണ്ടത്. ചാൻസ് ആണ്, ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് എന്നേ പറയാൻ സാധിക്കും. അങ്ങനെ ഒരു പ്രോബബിലിറ്റിയുടെ ബേസിൽ മാത്രമേ ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റൂ. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, സോ നമ്മൾ രണ്ട് തരത്തിലുള്ള ആർഗ്യുമെന്റ് പഠിച്ചു. നമ്മൾ മൂന്നാമത്തെ ടൈപ്പിലേക്ക് പോവാം. അബ്ഡക്റ്റീവ് ഓർ ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് എന്ന് പറയും. അബ്ഡക്റ്റീവ് ആർഗ്യുമെന്റ്. Abductive reasoning is also known as inference to the best explanation. Involves making educated guesses or hypothesis to explain a set of observations or facts. നമ്മൾ കണ്ട ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഹൈപ്പോത്തസിസ് യൂസ് ചെയ്യുകയാണ്. അതായത് മേക്കിംഗ് എഡ്യൂക്കേറ്റഡ് ഗെസ്സസ് എന്ന് പറയാം. ഏത് സാഹചര്യത്തിൽ ഏറ്റവും നല്ല എക്സ്പ്ലനേഷൻ പറയാൻ വേണ്ടി നമ്മളൊരു കാര്യം ഊഹിക്കുകയാണ്. അങ്ങനെ ഊഹിച്ചിട്ട് അൾട്ടിമേറ്റ്ലി ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് അബ്ഡക്റ്റീവ്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ സയന്റിഫിക് എൻക്വയറി ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ എന്താണ് അബ്ഡക്റ്റീവ് റീസണിംഗ് എന്ന് മനസ്സിലാവും. ലൈക്ക് സി, യു ഫൈൻഡ് യുവർ ഫ്രണ്ട് ഡോർ അജാർ. നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വന്നപ്പോൾ നമ്മളുടെ വാതില് തുറന്നു കിടക്കുകയാണ്. ആൻഡ് യുവർ ബിലോങ്ങിങ്സ് ആർ സ്കാറ്റേഡ് ഇൻസൈഡ്. നോക്കുമ്പോൾ നമ്മളുടെ വസ്തുക്കളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഒബ്സർവേഷനാണ്. നമ്മളങ്ങനെ ഒബ്സർവ് ചെയ്തപ്പോൾ എന്താണ് നമുക്ക് അവിടെ ഇമ്മീഡിയറ്റ്ലി എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഗസ് ചെയ്യാൻ സാധിക്കുക? നമ്മളുടെ ഒരു നല്ല ഗസ് എന്താണ്? ഒരു ബ്രേക്ക് ഇൻ സംഭവിച്ചിട്ടുണ്ട്, റൈറ്റ്? സോ യു ഹൈപ്പോത്തസിസ് ദാറ്റ് there has been a break in. അത് നമ്മൾ റീസൺ ചെയ്തത് എങ്ങനെയാ? ആ ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ ഏറ്റവും നല്ല ഗസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ അതിന് തുറന്നെടുക്കുവാണ്, സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നു, സോ ആരോ അകത്ത് കയറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യുക. Abductive reasoning involves making best guesses or explanation based on limited evidence. നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് എവിഡൻസ് കൊണ്ട് നമ്മൾ നടത്തുന്ന ഇത്തരം ബെസ്റ്റ് ഗസസിനെയാണ് നമ്മൾ അബ്ഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുന്നത്. കൺസെപ്റ്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അബ്ഡക്റ്റീവ് റീസണിംഗ് മീൻസ് മേക്കിംഗ് എഡ്യൂക്കേറ്റഡ് ഗസസ്. ഓക്കെ, ദെൻ അടുത്തത് അനലോജിക്കൽ റീസണിംഗ്. അനലോജിക്കൽ റീസണിംഗ് ഓർ അനലോജിക്കൽ ആർഗ്യുമെന്റ്സ് draw parallel lines between two or more situations or cases to argue that if they are
സിമിലർ ഇൻ സർട്ടൻ റെസ്പെക്ട്സ് ദേ ആർ ലൈക്ലി ടു ബി സിമിലർ ഇൻ അതർ റെസ്പെക്ട്സ് ആസ് വെൽ. അതായത് ഒന്നിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യാണ് രണ്ട് സിറ്റുവേഷൻസിനെ. ഈ രണ്ട് സിറ്റുവേഷൻസ് ഒരേ രീതിയിൽ ഒരു സാഹചര്യത്തിൽ ഹാപ്പൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അത് രണ്ടാമത്തെ സാഹചര്യത്തിലും അതേ രീതിയിൽ ഹാപ്പൻ ചെയ്യാം എന്ന് പറയുന്നതിനെയാണ് അനലോജിക്കൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് ഒന്നിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇത് രണ്ടും ഒരുമിച്ച് വന്നുകൊണ്ട് അടുത്ത സിറ്റുവേഷനിൽ ഇത് രണ്ടും ഒരുമിച്ച് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതാണ് അനലോജിക്കൽ ആർഗ്യുമെന്റ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്. അനലോജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ഒരു ടൈപ്പ് തന്നെയാണ്. അത് നിങ്ങൾ ഇവിടെ ഓർത്തേക്കണം. ഇൻഡക്റ്റീവിന്റെ ഒരു ടൈപ്പാണ് അനലോജിക്കൽ ആർഗ്യുമെന്റ്സ്. So analogical reasoning is used in various fields including law and ethics. I'll show you one example. See, the human heart functions similarly to a pump. ഒരു പമ്പിന് തുല്യമാണ് ഹ്യൂമൻ ഹാർട്ട്. അനലോഗി ആയാലോ, അനലോജി ആയിട്ട് നമ്മളവിടെ ഡിഫൈൻ ചെയ്തു, ഒരു പമ്പ് പോലെയാണ് ഹ്യൂമൻ ഹാർട്ട് എന്ന് പറഞ്ഞു. Therefore, just as a pump can fail, so can human heart. പമ്പ് ഫെയിൽ ആകുന്നത് പോലെ തന്നെ അപ്പൊ ഹ്യൂമൻ ഹാർട്ടിന് ഫെയിൽ ആകാം. സോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ? അനലോജിക്കൽ ആർഗ്യുമെന്റ് യൂസ് similarities between two situations to support a conclusion. ഇവ രണ്ടിനെയും കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഹ്യൂമൻ ഹാർട്ടും പമ്പും ഒരേപോലെ ഫങ്ഷൻ ചെയ്യുന്നത് കൊണ്ട് അവിടെ നമ്മൾ കമ്പാരിസൺ നടത്തി. അതുകൊണ്ട് ഹാർട്ട് ഫെയിൽ ആകുന്നത് പോലെ, പമ്പ് ഫെയിൽ ആകുന്നത് പോലെ തന്നെ ഹാർട്ടിനും ഫെയിൽ ആകാം. സോ അത്തരത്തില് കമ്പാരിസണിലൂടെ ഫൈനൽ കൺക്ലൂഷനിലേക്ക് പോകുന്നതിനെയാണ് അനലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഇയറിൽ നമ്മളുടെ UGCക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു അനലോജിക്കൽ റീസണിങ്. There were some questions from this area. I'll show you one. CPYQs. Question ഇതാണ്. സ്റ്റേറ്റ്മെന്റ്, രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ദി സ്റ്റേറ്റ്മെന്റ് എ പേഴ്സൺ വിത്തൗട്ട് എ പർപ്പസ് ഈസ് ലൈക്ക് എ കാർ വിത്ത് നോ എഞ്ചിൻ ആൻഡ് ദാറ്റ്സ് എ യൂസ്ലെസ് പീസ് ഓഫ് മിഷനറി. is an example of analogical argument. Statement 2. A person with no purpose is like a car with no engine, and that's a useless piece of machinery. It is an example of non-argumentative use of analogy. Okay, ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പറയാം, ഇതിൽ ഏതാണ് ശരി? ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അനലോജിക്കൽ റീസണിങ് ആണോ, അല്ലെ അനലോജിക്കൽ ആർഗ്യുമെന്റ് ആണോ, അതോ ജസ്റ്റ് അനലോഗി ഉപയോഗിച്ചിട്ടുള്ളത് മാത്രമേ ഉള്ളൂ? ആർഗ്യുമെന്റ് അല്ലാതെ അനലോജി ഉപയോഗിച്ചിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ എന്ത് കേസും പറയാം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്. അറ്റൻഡ് ചെയ്യും. രണ്ടും ഒരേ കാര്യം പറയുന്നു. പറഞ്ഞിരിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊരു എക്സാമ്പിൾ ഏതിനാണ്? അനലോജിക്കൽ ആർഗ്യുമെന്റ് ആണോ, അല്ലെങ്കിൽ നോൺ ആർഗ്യുമെന്റീവ് യൂസ് ഓഫ് അനലോജി ആണോ? ആർഗ്യുമെന്റ് അല്ലാതെ അനലോജി യൂസ് ചെയ്യുന്നതിന് എക്സാമ്പിൾ ആണോ? ഈ സ്റ്റേറ്റ്മെന്റ് എന്തിനാണ് മാച്ച് ചെയ്യുന്നത്? രണ്ടും ശരിയാണെങ്കിൽ അതും പറയാമേ. Do you want me to show the previous example? മുമ്പത്തെ എക്സാമ്പിൾ ഒന്നുകൂടി കാണണോ? നിങ്ങൾ ആൻസർ പറയുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാമോ? മുമ്പത്തെ എക്സാമ്പിൾ ഒന്നുകൂടി കാണണോ? യെസ്, പ്ലീസ്. ആ എക്സാമ്പിൾ നിങ്ങൾ ഒരിക്കൽ കൂടി വായിക്കേണ്ടതുണ്ട്. എക്സാമ്പിൾ വായിക്കൂ. ഓക്കെ, വായിച്ചു. ആർ യു സ്റ്റിൽ ഗോയിങ് വിത്ത് യുവർ ആൻസർ? നിങ്ങൾ പറഞ്ഞ അതേ ആൻസർ ആയിട്ട് മുന്നോട്ട് പോവുകയാണോ? തെറ്റി. ഓക്കെ, ഫൈൻ. ഇനി നിങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിക്കണം, എന്തായിരുന്നു അനലോജിക്കൽ ആർഗ്യുമെന്റ്? അനലോജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും
ഒരേ രീതിയിൽ ഫോളോ ചെയ്യുവാണെങ്കിൽ, ഒരേ കാര്യം ഒരേ രീതിയിൽ പോവുകയാണെങ്കിൽ എയും ബിയും സെക്കൻഡ് സിറ്റുവേഷനിലും അതേ രീതി തന്നെ പോകും എന്ന് പറയുവാണെങ്കിൽ അത് അനലോജിക്കൽ ആർഗ്യുമെന്റ് ആണ്. ലൈക്ക് നമ്മൾ ആ കണ്ട എക്സാമ്പിൾ പ്രകാരം ഹ്യൂമൻ ഹാർട്ട് എന്തായിരുന്നു? ഹ്യൂമൻ ഹാർട്ട് ഫങ്ഷൻസ് സിമിലർ ടു പമ്പ്. ഇവിടെ എയും ബിയും എന്താ? ഹ്യൂമൻ ഹാർട്ടും പമ്പും. എ എന്ന് പറയുന്ന ഹ്യൂമൻ ഹാർട്ടും ബി എന്ന് പറയുന്ന പമ്പും ആണെന്ന് വിചാരിക്കുക. സോ ഹ്യൂമൻ ഹാർട്ട് ഫങ്ഷൻ സിമിലർ ടു പമ്പ് എന്ന് പറയുന്നത് എയും ബിയും ഒരേ രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതേപോലെ തന്നെ എയും ബിയും ഒരേ രീതിയിൽ ഫെയിലും ആകാം. കണ്ടോ? രണ്ട് കാര്യങ്ങളെ പറ്റി പറഞ്ഞു. ആ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷൻ സെക്കൻഡ് സിറ്റുവേഷനിലും അതേപോലെ തന്നെ സംഭവിക്കും എന്ന് പറയുവാണെങ്കിലാണ് അത് ആർഗ്യുമെന്റ് ആവുന്നത്. അതേസമയം അത് തമ്മിൽ റിലേഷൻ ഉണ്ട് എന്ന് മാത്രം പറയുന്നത് വഴി ഒരു കാരണവശാലും ഒരു ആർഗ്യുമെന്റ് ഫ്രെയിം ചെയ്യപ്പെടുന്നില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നിങ്ങളൊന്നുകൂടെ നോക്കുക. എ പേഴ്സൺ വിത്തൗട്ട് എ പർപ്പസ്, എ എന്ന് പറയുന്ന സിറ്റുവേഷൻ, ഈസ് ലൈക്ക് എ കാർ വിത്തൗട്ട് നോ എഞ്ചിൻ, ബി, ആൻഡ് ഇറ്റ്സ് എ യൂസ്ലെസ് പീസ് ഓഫ് മിഷനറി. ഇവിടെ ഒരു അനലോജി ഫോം ചെയ്തോ? അനലോജി ഇസ് ദർ, പക്ഷേ അവിടെ ഒരു ആർഗ്യുമെന്റ് ഫോം ചെയ്തിട്ടുണ്ടോ? ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ പോലെ തന്നെ സെക്കൻഡ് ഒരു സിറ്റുവേഷൻ മറ്റൊരു സിറ്റുവേഷനിലും ഇതേ റിലേഷൻ പറഞ്ഞാൽ മാത്രമേ അത് ആർഗ്യുമെന്റ് ആവൂ. ഇവിടെ പക്ഷെ ആർഗ്യുമെന്റ് അല്ല, ഇവിടെ അനലോജി യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആർഗ്യുമെന്റ് ആയിട്ട് ഫോം ചെയ്തിട്ടില്ല. ആർഗ്യുമെന്റ് ആകണമെങ്കിൽ ഈ എയും ബിയും തന്നെ മറ്റൊരു സിറ്റുവേഷനിൽ അതേ രീതിയിലാണ് എന്ന് പറയുവാണെങ്കിൽ ദാറ്റ് ഇസ് ആൻ ആർഗ്യുമെന്റ്. സോ ഇവിടെ അങ്ങനെ പറയാത്തത് കൊണ്ട് ഇവിടെ ആക്ച്വലി ആ എയും ബിയും തമ്മിലുള്ള റിലേഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം അത് റിലേറ്റഡ് ആണെന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ആൻ അനലോജി ബിറ്റ്വീൻ ദീസ് തിങ്സ്. ബട്ട് ആ റിലേഷൻ വെച്ചുകൊണ്ട് മറ്റൊരു സിറ്റുവേഷനിൽ അതേ അനലോജി ഫോളോ ചെയ്യും എന്ന് പറയുമ്പോഴേ ആർഗ്യുമെന്റ് ആവും. അങ്ങനെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതൊരു ആർഗ്യുമെന്റ് അല്ല, ഇത് നോൺ ആർഗ്യുമെന്റീവ് യൂസ് ഓഫ് അനലോജി ആണ്. കണ്ടല്ലോ, ഇറ്റ്സ് എ നോൺ ആർഗ്യുമെന്റീവ് യൂസ് ഓഫ് അനലോജി. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1 ഈസ് ഫോൾസ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. മനസ്സിലായോ? ക്ലിയർ ആയോ എല്ലാവർക്കും? ശരി, ഓക്കെ. ആ ഏരിയയിൽ നിന്ന് വീണ്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതാണ് ഇത്. Statement 1, analogical argument is a type of inductive argument. Statement 2, in analogical argument, it is concluded that two entities alike in some respects and therefore alike in some other respects. പറയൂ, ആൻസർ പ്ലീസ്. എല്ലാവരും ആൻസർ ചെയ്യൂ പ്ലീസ്. ഓക്കെ, ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ അവിടെ ക്ലിയർ ചെയ്തിരുന്നു. അനലോജിക്കൽ ആർഗ്യുമെന്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്. ഇത് അനലോജിക്കൽ ആർഗ്യുമെന്റ് എന്നുള്ള സ്ലൈഡ് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഇത് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ഒരു ടൈപ്പ് തന്നെയാണെന്ന്. ബിക്കോസ് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുവാണ്, ഇൻഡക്റ്റീവ് തന്നെയാണിത്. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റോ, അനലോജിക്കൽ ആർഗ്യുമെന്റ് മീനിങ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ ആർഗ്യുമെന്റ് ഇറ്റ് ഈസ് കൺക്ലൂഡഡ് ദാറ്റ് ടു എൻറ്റിറ്റീസ് അലൈക്ക് ഇൻ സം റെസ്പെക്ട്. രണ്ട് എൻറ്റിറ്റീസ് ഒരേപോലെയാണ് ഒരു സിറ്റുവേഷനെങ്കിൽ അതേപോലെ തന്നെ രണ്ട് എൻറ്റിറ്റീസ് മറ്റൊരു സിറ്റുവേഷനിലും ഒരേപോലെ ആയിരിക്കും. നമ്മൾ ആ ഹ്യൂമൻ ഹാർട്ടും പമ്പും തമ്മിൽ റിലേറ്റ് ചെയ്തതുപോലെ ഇത് രണ്ടും ഒരുപോലാണ് ഫങ്ഷനിങ് എങ്കിൽ ഇത് രണ്ടും ഒരുപോലെ ഫെയിലും ആകാം. അത്തരത്തിലുള്ള ആർഗ്യുമെന്റ്സ് ആണ് അനലോജിക്കൽ ആർഗ്യുമെന്റ്സ്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആണ്, കറക്റ്റ് ആണ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നല്ല രീതിയിൽ ചിന്തിക്കണേ. എ ബി സി ഡി all have the attributes P and Q. A, B, C all have the attribute R. Therefore, D probably has the attribute R. Okay, ഇതൊരു ആർഗ്യുമെന്റ് ആണ്. And therefore, which of the following is true regarding the above argument? It's a deductive argument. It's an inductive argument. It is an analogical argument. It's a valid argument, invalid argument.
ഏതൊക്കെയാണ് അതിനകത്ത് നിങ്ങൾക്ക് ചേർത്ത് വെക്കാൻ തോന്നുന്നതെന്ന് മാത്രം പറഞ്ഞാൽ ഏതൊക്കെ ചേർത്ത് വെക്കാനാണ് ആഗ്രഹിക്കുന്നത്? യെസ്, വെരി ഗുഡ്. അതായത് ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്തിനുള്ള എക്സാമ്പിൾ ആണ്? അനലോജിക് എക്സാമ്പിൾ ആണ്. അതായത് ABCD ഓൾ ഹാവ് ദി ആട്രിബ്യൂട്ട് P ആൻഡ് Q. ഈ ABCD എന്ന് പറയുന്ന കാര്യം പിയിലും ക്യൂയിലും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ABC എന്ന് പറയുന്നത് ആറിലും ഉണ്ട്. ABC എന്ന് പറയുന്നത് ആറിലും ഉണ്ട്. സോ ABCD പിയിലും ക്യൂയിലും ഉണ്ട്. ABC ആറിലും ഉണ്ടെങ്കിൽ ദർ ആർ ചാൻസസ് ദാറ്റ് ഡിയും ആറിലും ഉണ്ടാകും. അപ്പൊ ഈ രണ്ട് സിറ്റുവേഷനും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ സിറ്റുവേഷനിൽ, അതായത് ഡിയും മുകളിൽ പറഞ്ഞിരിക്കുന്ന റിലേഷൻ ഉള്ളതുകൊണ്ട് ABCD ഒരുമിച്ച് വന്നപ്പോൾ പിയിലും ക്യൂയിലും അതെല്ലാം ഒരുമിച്ചുണ്ടായിരുന്നു. അതേപോലെ ABC ആറിലുണ്ടെങ്കിൽ ഡി മാറി കാണും എന്ന് പറയുന്ന ഒരു അനലോജിയാണ്. സോ അനലോജിക്കൽ ആർഗ്യുമെന്റ് ആണിത്. ദാറ്റ്സ് വൈ ഇതൊരു ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് കൂടെയാണ്. അനലോജിക്കൽ ആർഗ്യുമെന്റ് ആണെങ്കിൽ ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണ് ഫോർ ഷുവർ. ഓക്കെ, ഡിഡക്റ്റീവ് അല്ല, വാലിഡ് ആണെന്ന് പറയാൻ പറ്റില്ല, ഇൻവാലിഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, അനലോജിക്കൽ ആർഗ്യുമെന്റ്സ് ആർ വെരി ഗുഡ്, ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്, ഇൻഡക്റ്റീവ് ഇൻ നേച്ചർ. ശരി, ഒരുപാട് ക്വസ്റ്റ്യൻസ് അനലോജിയിൽ നിന്നും ഉണ്ടായിരുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. Statement 1. Analogical reasoning is based on the likeness drawn between two or more entities in one or more respects. Statement 2. There could be argumentative as well as non-argumentative use of analogy. പറയും. Why you guys are delaying? പെട്ടെന്ന് ആൻസർ തരൂ. ഈ രണ്ട് സീസ് എനിക്ക് കിട്ടി, രണ്ട് ഇയും കിട്ടി, റൈറ്റ്? ഈ സി കിട്ടിയവര് എനിക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ, എന്താ ഉദ്ദേശിക്കുന്നത്? സി പറഞ്ഞൊരു മാത്രം, ജസ്റ്റ് ഒന്ന് നോക്കി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കി. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അനലോജി ഒന്നെങ്കിൽ അനലോജിക്കൽ ആർഗ്യുമെന്റ് ആകാം, കണ്ടോ? അല്ലെങ്കിൽ അനലോജി എന്ന് പറയുന്നത് നോൺ ആർഗ്യുമെന്റീവ് അനലോജി ആകാം. സോ അനലോജി ആർഗ്യുമെന്റ് ആയിട്ട് ഉപയോഗിക്കാം, നോൺ ആർഗ്യുമെന്റ് ആയിട്ട് ഉപയോഗിക്കാം എന്നല്ലേ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് യഥാർത്ഥത്തിൽ. അതല്ലേ നമുക്ക് ഇവിടെ നിന്ന് ഇൻഡയറക്ട്ലി മനസ്സിലാക്കിയെടുക്കേണ്ടത്. സോ വൈ ആർ യു സേയിങ് സി ദെൻ? ഓക്കെ, നോക്കൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അനലോജിക്കൽ റീസണിങ് ഇസ് ബേസ്ഡ് ഓൺ ലൈക്ക്നെസ് ഡ്രോൺ ബിറ്റ്വീൻ ടു ഓർ മോർ എൻറ്റിറ്റീസ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് രണ്ടോ അതിലധികമോ എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻസ് അല്ലെങ്കിൽ ലൈക്ക്നെസ്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അനലോജിക്കൽ റീസണിങ് വരുന്നത്. ദാറ്റ് ഈസ് കറക്റ്റ്. വാട്ട് അബൌട്ട് ദി സെക്കൻഡ് വൺ? ഇറ്റ് കുഡ് ബി ആർഗ്യുമെന്റീവ്. നമ്മൾ ആർഗ്യുമെന്റീവിനുള്ള എക്സാമ്പിൾ കണ്ടു. അതേപോലെ തന്നെ നോൺ ആർഗ്യുമെന്റീവ്, ആർഗ്യുമെന്റ് അല്ലാതെ രണ്ട് തമ്മിലുള്ള റിലേഷൻ സെക്കൻഡ് ഉണ്ടെന്ന് പറയാതെ തന്നെ വേണമെങ്കിൽ അനലോജി പറയാം. ഇത് റീസണിങ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അനലോജി രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. അനലോജി ഒന്നെങ്കിൽ ആർഗ്യുമെന്റീവ് ആകാം, അല്ലെങ്കിൽ നോൺ ആർഗ്യുമെന്റീവ് ആകാം. അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്. ഓക്കെ, സോ ഇൻ ദാറ്റ് സെൻസ് ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് എ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 1 and 2 are true. Is it clear? ശരി, മൂവിങ് ഓൺ. നമ്മൾ 4 ടൈപ്സ് ഓഫ് ആർഗ്യുമെന്റ് പറഞ്ഞു. അടുത്ത ടൈപ്പാണ് കോസൽ ആർഗ്യുമെന്റ്സ്. Causal arguments establish cause and effect relationship between events or variables. They argue that one event or action led to another. Causal reason
ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദി ഫീൽഡ് ഓഫ് സയൻസ്, മെഡിസിൻ ആൻഡ് സോഷ്യൽ സയൻസ്. അതായത് ഒരു ഇവന്റ് സംഭവിച്ചു, അതിന് ശേഷമാണ് മറ്റൊരു സംഭവിച്ചെങ്കിൽ അത് തമ്മിൽ റിലേഷൻ ഉണ്ട്. അതുവഴിയാണ് ഇത് സംഭവിച്ചതെന്ന് നമുക്ക് പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കോസൽ റിലേഷനാണ്. ഐ ഷോ യു വൺ എക്സാമ്പിൾ. സ്മോക്കിംഗ് ഈസ് എ നോൺ കോസ് ഫോർ ലങ് ക്യാൻസർ. ഒരു കോസ്. സ്മോക്കിംഗ് ഈസ് എ നോൺ കോസ് ഫോർ ലങ് ക്യാൻസർ. Therefore, if someone smoke heavily, they are at higher risk of developing lung cancer. കണ്ടോ, ഒരു കോസ് ഉണ്ട്, ആ കോസിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അവർക്ക് ലങ് ക്യാൻസർ വരാമെന്നുള്ളതാണ്. അപ്പോൾ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ട് ആർഗ്യൂ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് കോസൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? കോസൽ ആർഗ്യുമെന്റ്സ്, കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവും. ദെൻ അടുത്തത് മോറൽ ആർഗ്യുമെന്റ്സ്. മോറൽ ആർഗ്യുമെന്റ്സ് ഒന്നും അത്ര സിഗ്നിഫിക്കന്റ് അല്ല, ഇതന്നെ ഒരു ടൈപ്പ് എന്നുള്ള രീതി മാത്രം നമ്മൾ പറഞ്ഞു പോകുന്നു മാത്രം. മോറൽ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it involves ethical principles or values to support particular position or claim. അതായത് മൊറാലിറ്റി വെച്ചുകൊണ്ട് ഒരു ക്ലെയിം പറയുകയാണ്. ലൈക്ക് ഇറ്റ് ഈസ് മോറലി റോങ് ടു സ്റ്റീൽ ഫ്രം അതേഴ്സ്. ഒരു മോറൽ പ്രിൻസിപ്പിളോടെ പറഞ്ഞു, ഇറ്റ് ഈസ് മോറലി റോങ് ടു സ്റ്റീൽ ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് മോഷ്ടിക്കുക എന്ന് പറയുന്നത് മോറലി തെറ്റാണ്. Therefore, stealing someone's property is unethical and should be condemned. അതുകൊണ്ട് മോഷണം എന്ന് പറയുന്നത്, മോഷ്ടിക്കുക എന്ന് പറയുന്നത് ശിക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ഒരു മോറൽ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് കൺക്ലൂഷനിലേക്ക് പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മോറൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. Then hypothetical arguments. Hypothetical arguments present a conditional statement where conclusion depends upon truth of a hypothetical or conditional premise. ഒരു കണ്ടീഷൻ ഉണ്ടാവും, ആ കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാൻ സാധിക്കും. അത്തരം ആർഗ്യുമെന്റ്സ് ആണ് ഹൈപ്പോത്തറ്റിക്കൽ ആർഗ്യുമെന്റ്സ്. ദീസ് ആർഗ്യുമെന്റ്സ് ആർ യൂസ്ഡ് ഇൻ ഹൈപ്പോത്തറ്റിക്കൽ സിനാരിയോ ലൈക്ക് വാട്ട് ഇഫ് സിറ്റുവേഷൻ. ലൈക്ക് ഐ വിൽ ഷോ യു ഫോർ എക്സാമ്പിൾ. ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ, ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, മഴ പെയ്യുവാണെങ്കിൽ ദി പിക്നിക് വിൽ ബി ക്യാൻസൽഡ്. അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ദർ വിൽ ബി ആൻ ഇഫക്റ്റ്. ആ കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് നമുക്കത് പറയാൻ സാധിക്കും. മഴ പെയ്തില്ലെങ്കിൽ നമ്മൾ ടൂർ പോകും, മഴ പെയ്തില്ലെങ്കിൽ നമ്മൾ സിനിമയ്ക്ക് പോകും. സംഭവിക്കുന്നുണ്ട്, ആ കണ്ടീഷൻ ഇസ് ദെയർ. സോ അത്തരത്തിലുള്ള കണ്ടീഷണൽ പ്രൊമൈസസിനെയാണ് ഹൈപ്പോത്തറ്റിക്കൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മൂന്നെണ്ണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, കോസൽ, മോറൽ ആൻഡ് ഹൈപ്പോത്തറ്റിക്കൽ. നാലാമത്തത് ഫലീഷ്യസ് ആർഗ്യുമെന്റ്. ഫലീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസണിങ്ങിൽ എറർ വന്നു കഴിഞ്ഞാൽ അത് ഫാലസിയാണ്. റീസണിങ്ങിൽ എറർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആർഗ്യുമെന്റ് സ്ട്രക്ചർ ചെയ്തതിൽ അതിന്റെ മീനിങ്ങിലൊക്കെ എറർ വരുവാണ്. അങ്ങനെ എറർ വരുവാണെങ്കിൽ അതൊരു ഫലീഷ്യസ് ആർഗ്യുമെന്റ് എന്ന് പറയും. ഓക്കെ, ഫലീഷ്യസ് ആർഗ്യുമെന്റ് കണ്ടെയ്ൻസ് എറർ ഇൻ റീസണിങ്, മേക്കിംഗ് ദം ഇൻവാലിഡ് ഓർ അൺസൗണ്ട്. അതൊരു ക്വാളിറ്റി ഇല്ല, ആ ഒരു ആർഗ്യുമെന്റ് പ്രോപ്പർ അല്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ ഫലീഷ്യസ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ദർ ആർ ഡിഫറെന്റ് ഫാലസീസ്, ഹോമിനം, അഡ് ഹോമിനം, സർക്കുലർ റീസണിങ്, ഫോൾസ് ഡിലേമ പോലുള്ള ഒരുപാട് ഫാലസീസ് ഉണ്ട്. അവയെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇപ്പൊ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഫലീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദർ ഇസ് ആൻ എറർ. റീസണിങ്ങിൽ എറർ വരുവാണെങ്കിൽ അതിനെയാണ് ഫലീഷ്യസ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, റീസണിങ്ങിൽ എറർ വരുവാണെങ്കിൽ അതിനെയാണ് ഫലീഷ്യസ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. സോ അതെല്ലാം നമ്മൾ പിന്നീട് പഠിക്കാം, ഡീറ്റെയിൽ ചെയ്ത് പിന്നീട് ബാൻഡ് വാഗറും അതുപോലുള്ള ഡിഫറെന്റ് ഫാലസസിനെ പറ്റി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. PYQs. See, which type of argument involves reasoning from specific observation to more general conclusion? പെട്ടെന്നായിക്കോട്ടെ, സ്പെസിഫിക് ഒബ്സർവേഷനിൽ നിന്ന് ജനറലൈസ് ചെയ്യുവാണെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് റീസണിങ് ആണ്? ഓക്കെ, റൈറ്റ് ആൻസർ ഈസ് ഇൻഡക്റ്റീവ്. ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ. In which type of argument does the conclusion depends on the truth of hypothetical or conditional premise? ഏത് ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റിലാണ് കൺക്ലൂഷൻ ഒരു കണ്ടീഷണൽ പ്രൊമൈസിനനുസരിച്ചിരിക്കുന്നത്? അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹൈപ്പോത്തറ്റിക്കൽ ഓർ കണ്ടീഷണൽ പ്രൊമൈസ്, ഹൈപ്പോത്തറ്റിക്കൽ ആർഗ്യുമെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. What is the primary characteristic of a fallacious argument? Fallacious argument ഫീച്ചർ എന്താണ്? Fallacious ആണ് മീൻസ് there is an error.
എറർ ഇൻ റീസണിങ്. അടുത്തത്, which type of argument uses ethical principles to support position or a claim? എത്തിക്കൽ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്ന ആർഗ്യുമെന്റ് ഏതാണ്? യെസ്, മോറൽ ആർഗ്യുമെന്റ്സ്. അടുത്തത്, ഇൻ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്, ഇഫ് ദി പ്രെമിസസ് ആർ ട്രൂ, വാട്ട് ക്യാൻ ബി സെഡ് അബൌട്ട് ദി കൺക്ലൂഷൻ? ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണ്, പ്രെമിസസ് ട്രൂ ആണെങ്കിൽ എന്ത് നമുക്ക് പറയാൻ സാധിക്കും? കൺക്ലൂഷൻ ഈസ് ട്രൂ, ദി കൺക്ലൂഷൻ ഈസ് പ്രോബബ്ലി ട്രൂ, കൺക്ലൂഷൻ ഈസ് ഫോൾസ്, കൺക്ലൂഷൻ ഈസ് അൺസർട്ടൻ. Premises true ആണെങ്കിൽ conclusion is definitely true, right? So conclusion is true എന്നുള്ളതാണ്, എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് കൺക്ലൂഷൻ ഈസ്. ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണ്? സമ്മിങ് അപ്പ് ഓഫ് പ്രമൈസസ്, നോട്ട് നെസസറി ബേസ്ഡ് ഓൺ പ്രമൈസസ്, എൻറ്റൈൽഡ് ബൈ പ്രമൈസസ്, അഡീഷണൽ ടു ദി പ്രമൈസസ്. എന്ത് തോന്നുന്നു? Yes, that's it. എൻറ്റൈൽ ചെയ്തിരിക്കുന്നതാണ്. ഒറിജിനലി ആ ഒരു സ്റ്റേറ്റ്മെന്റ് സമ്മറി ഒന്നും അല്ല കൺക്ലൂഷൻ. സമ്മിങ് അപ്പ് ആണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇൻഫർ ചെയ്യുന്നതാണ്. മീൻസ് ഇറ്റ് ഈസ് എൻറ്റൈൽഡ്. അതിൽ നിന്നും നമ്മൾ കണ്ടെത്തുന്ന പുതിയ നോളജ് ആണ്. ഇറ്റ്സ് നോട്ട് സംതിങ് ഓൾറെഡി സെറ്റ്. ഓൾറെഡി സ്റ്റേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് കൺക്ലൂഷൻ അല്ല. ആ ഓൾറെഡി സ്റ്റേറ്റഡ് ആകുമ്പോഴാണ് അതിനെ നമ്മൾ സമ്മറി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് സമ്മിങ് അപ്പ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ക്രിയേറ്റിംഗ് എ ന്യൂ നോളജ്. അതായത് നമ്മൾ എൻറ്റൈൽ ചെയ്തെടുക്കുന്ന പുതിയൊരു നോളജ് ആണ് കൺക്ലൂഷൻ. സോ എൻറ്റൈൽഡ് ബൈ പ്രമിസസ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്തത്, ഇൻഡക്റ്റീവ് റീസണിങ് ഇസ് ബേസ്ഡ് അപ്പോൺ ഓർ പ്രീ സപ്പോസസ്. ഇൻഡക്റ്റീവ് റീസണിങ്ങിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂണിഫോമിറ്റി ഓഫ് നേച്ചർ, ഗോഡ് ക്രിയേറ്റഡ് ദി വേൾഡ്, യൂണിറ്റി ഓഫ് നേച്ചർ, ലോ ഓഫ് നേച്ചർ. ഇൻഡക്റ്റീവ് റീസണിങ് എന്താ പറയുന്നത്? നമ്മൾ 100 സ്വാൻസിനെ കണ്ടു, അവയെല്ലാം വൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് ലോകത്തുള്ള എല്ലാവരും അവരെ പോലെ ആയിരിക്കും, റൈറ്റ്? എല്ലാ സ്വാൻസും അതേപോലെ ആയിരിക്കും എന്ന് പറയുമ്പോൾ അതേതാണ്? യൂണിഫോമിറ്റി, നോട്ട് യൂണിറ്റി. യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഐക്യമല്ലേ? ഐക്യമല്ല, യൂണിഫോമിറ്റി. ഒരേപോലെയാണ്, ഹോമോജീനിയസ്, ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഹോമോജീനിറ്റി, അല്ലെങ്കിൽ ഒരേ രീതിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. സോ ഇൻഡക്റ്റീവ് റീസണിങ് സപ്പോസ് ചെയ്യുന്നത് ഹോമോജീനിറ്റി അല്ല, യൂണിഫോമിറ്റി ആണ്. അത് ഈ സാമ്പിൾ എടുക്കുമ്പോഴും നമ്മൾ അസ്യൂം ചെയ്യുന്നതല്ലേ, സാമ്പിൾ പോലെ തന്നെയാണ് പോപ്പുലേഷൻ എന്ന്. അതാണ് ഇവിടെ പറയുന്നത്, യൂണിഫോം നേച്ചറിലുള്ളതാണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ എ, യൂണിഫോമിറ്റി ഓഫ് നേച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്ട്രക്ചർ ഓഫ് ലോജിക്കൽ ആർഗ്യുമെന്റ് ഈസ് ബേസ്ഡ് ഓൺ. Structure of logical argument is based on formal validity, material truth, linguistic expression, aptness of examples. Waiting for your answer. Why there's a delay? Structure of logical argument. Logical argument എങ്ങനെയായിരിക്കണം? ട്രൂത്തിന് അവിടെ വല്ല പ്രാധാന്യം ഉണ്ടോ? ലോജിക്കൽ ആർഗ്യുമെന്റ് ആണ്, ആർഗ്യുമെന്റ് ആണ്. ആർഗ്യുമെന്റിൽ ട്രൂത്തിന് പ്രാധാന്യം ഇല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് വാലിഡിറ്റി, നത്തിങ് മോർ. ഓക്കെ, വാലിഡിറ്റി മാത്രമേ നമ്മളിവിടെ ക്രോസ് ചെക്ക് ചെയ്യുന്നുള്ളൂ. ലിംഗ്വിസ്റ്റിക് എക്സ്പ്രഷനോ ആപ്റ്റ്നെസ്സോ ഒന്നുമല്ല. ഇവിടെ പൂർണ്ണമായിട്ടും മെറ്റീരിയൽ ഫോർമൽ വാലിഡിറ്റി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വാലിഡിറ്റി, ദാറ്റ്സ് ഓൾ. ഓക്കെ, സോ ലോജിക്കൽ ആർഗ്യുമെന്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ വാലിഡിറ്റി. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ആൻ ആർഗ്യുമെന്റ്. ആർഗ്യുമെന്റ് ഒരു ഫീച്ചർ നിങ്ങൾ ഇതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇറ്റ് ഇസ് എയ്തർ വാലിഡ് ഓർ ഇൻവാലിഡ്, ഇറ്റ് ഇസ് നെയ്തർ വാലിഡ് നോർ ഇൻവാലിഡ്, ഇറ്റ് ഇസ് എയ്തർ ട്രൂ ഓർ ഫോൾസ്, ഇറ്റ് ഇസ് നെയ്തർ ട്രൂ ഓർ ഫോൾസ്. ഏതാണ് റൈറ്റ് ആൻസർ? യെസ്, ഒന്നെങ്കിൽ ഇത് വാലിഡ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻവാലിഡ് ആയിരിക്കും. അതാണ് ആർഗ്യുമെന്റ് ഒരു ഫീച്ചർ. അല്ലാതെ ഇറ്റ് ഇസ് നെയ്തർ വാലിഡ് നോർ ഇൻവാലിഡ് എന്നുള്ളത് ശരിയാണോ? അത് വാലിഡും അല്ല ഇൻവാലിഡും അല്ല എന്ന് പറയുന്നത് പോലെയാണ് നെയ്തർ വാലിഡ് ആൻഡ് ഇൻവാലിഡ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ.
ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ പാർട്ട് എൻഡ് ചെയ്യുവാണ്. ഇതിൽ നമ്മൾ ബേസിക് ആയിട്ട് റീസണിങ് മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഐ വാണ്ട് യു ടു ഗോ ത്രൂ ഇറ്റ്, തറലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ബിക്കോസ് കണ്ടിന്യൂഷൻ ആണ് ലോജിക്കൽ റീസണിങ്. ലോജിക്കൽ റീസണിങ്ങിന്റെ സെഷൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ആദ്യം ഒരു അരമണിക്കൂർ വന്നിരുന്നിട്ട് പിന്നെ പിറ്റേ ദിവസം അറ്റൻഡ് ചെയ്യാമെന്നൊന്നും വിചാരിച്ചേക്കരുത്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ക്ലാസ്. നമുക്കിവിടെ 6 സെഷൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ 6ഉം കണ്ടിന്യൂസ് ആയിരിക്കും. നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന 4 സെഷൻ മാത്രമാണ്. പക്ഷെ ലോജിക്കൽ റീസണിങ് ഡിസ്കസ് ചെയ്യുമ്പോൾ വി മേ റിക്വയർ 5 ലെക്ചേഴ്സ്. അങ്ങനെയൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളത് എടുക്കും. അഡീഷണലി വരുന്ന ക്ലാസ്സുകളൊക്കെ എടുക്കും. അതൊന്നും നിങ്ങൾ വറി ചെയ്യേണ്ട. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ എഫേർട്ട് ഈ ഒരു സബ്ജക്റ്റിൽ ഉണ്ടായിരിക്കണം. ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തപ്പോൾ 10 പേരുണ്ടാവും, പക്ഷെ എൻ്റെ ചെയ്യുമ്പോഴത്തേനും 6 പേരോ 7 പേരോ നോർമലി കാണും. ആ ഒരു അപ്രോച്ച് ദയവ് ചെയ്ത് ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ ഫോളോ ചെയ്യരുത്. കണ്ടിന്യൂസ്ലി, ബിക്കോസ് ഇറ്റ് മേ ബി തിയറിറ്റിക്കൽ ആകാം. ചിലപ്പോൾ കുറച്ച് പേര് ഇരുന്ന് കഴിയുമ്പോൾ എന്താണ് കൺസെപ്റ്റ് ഉള്ളത് പറയുമ്പോൾ ബോറടിച്ചെന്നിരിക്കാം. പക്ഷേ ഫോളോ ചെയ്യാൻ വേണ്ടിയുള്ള എഫേർട്ട് എടുത്തേ പറ്റും. ബിക്കോസ് ഈ ഒരു സബ്ജക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഫസ്റ്റ് ഏരിയ നമ്മൾ പറഞ്ഞു, ഇതിന്റെ തുടർച്ചയാണ് അടുത്തതിൽ പറയാൻ പോകുന്നത്. അതിന്റെ തുടർച്ചയാണ് അതിന്റെ അടുത്തതിൽ പറയാൻ പോകുന്നത്. സോ കണ്ടിന്യൂസ് ആയിട്ടുള്ള 4 or 5 ലെക്ചേഴ്സ് വിൽ ബി ദെയർ. അപ്പോൾ ആ ഒരു അപ്രോച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാം. ഓക്കെ, താങ്ക് യു എവരി വൺ. നമ്മൾ ഈ ഏരിയ കൃത്യമായിട്ട് ഇന്ന് പഠിക്കുക. നാളെ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു, ബൈ.